അറബിക് വില്ല എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇനി 4ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇന്നലെ യൂണിറ്റ് ആയിരുന്നു മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചർ. ഇനി അതിലൊരു 2 യൂണിറ്റ് കൂടി നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ശേഷം 4ാമത്തെ ബ്ലോക്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമുള്ള ഒരു ബ്ലോക്കാണ്. അതുകൂടി ഈ ഒരു സെഷനോടുകൂടി കവർ ചെയ്യാം എന്നുള്ളതാണ് പ്രതീക്ഷ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4ാമത്തെ യൂണിറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. ഒരു 8 റോളുകളെ കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞു. അതിലെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുത്ത ഒരു ഭാഗം മീഡിയ ഓഡിയൻസുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ മീഡിയ ഓഡിയൻസിനെ കുറിച്ച് പറഞ്ഞു, ദോഷങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ സംസാരിച്ചത് ഓഡിയൻസ് റിസർച്ചിനെ കുറിച്ചാണ്. അതിൽ തന്നെ പബ്ലിക് എന്നുള്ളൊരു ചർച്ച വന്നിരുന്നു. പബ്ലിക്, അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് സ്ഫിയർ, ഇതൊക്കെയാണ് ഇന്നലെ നമ്മൾ സംസാരിച്ച സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന ഭാഗങ്ങൾ. പിന്നെ വരുന്ന കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചർ കമ്പാരിറ്റീവ്ലി പ്രാധാന്യം കുറഞ്ഞ ഒരു പാഠം, അധികം കണ്ടിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് കൾച്ചർ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ലാംഗ്വേജ് എങ്ങനെയാണ് കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള പരസ്പര ബന്ധം, അതാണ് ഒന്നുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്ന ഒരു ഭാഗം. പിന്നെ എല്ലാ പാഠത്തിലും നമ്മൾ പറയുന്നത് പോലെ കൾച്ചറിനെ കൂടുതൽ സുഭിക്ഷമാക്കുന്നതിൽ മാസ് മീഡിയക്ക് വലിയ കൾച്ചറുകളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞു. പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് നമുക്കറിയാലോ. ആ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിൽ മീഡിയ പങ്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 4th യൂണിറ്റിലേക്ക് കടക്കാം. റോൾ ഓഫ് മീഡിയ ഇൻ ഡെമോക്രസി എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന, ഇന്നും നമ്മൾ അനുഭവിച്ച ഭാഗങ്ങളാണ് റോൾ ഓഫ് മീഡിയ ഇൻ ഡെമോക്രസി എന്നുള്ളത്. മാസ് കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനാധിപത്യത്തെ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ആകത്തുക. അതിൽ തന്നെ എങ്ങനെയാണ് ഒരു മാധ്യമം നൽകേണ്ടത് ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറയുക. സ്റ്റാർട്ടിങ്ങിൽ വരുന്നൊരു ചർച്ചയാണ് എന്താണ് ഡെമോക്രസി, അതുപോലെ തന്നെ ലിബർട്ടി എന്നുള്ളത്. ഡെമോക്രസി, ലിബർട്ടി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എക്സാം ഓറിയന്റഡ് നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം ഈ ചാപ്റ്ററിനെ ഡെമോക്രസി ലിബർട്ടി സംബന്ധിച്ച് ആയ ചർച്ചകളല്ല, മറിച്ച് അതും മാസ് മീഡിയയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. എന്നാൽ ഡെമോക്രസി, ലിബർട്ടി നമ്മൾ വളരെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്. ഒരേ ആവശ്യത്തിന് ഉപയോഗിക്കാറുള്ള 2 വാക്കുകളാണ്. അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതൊരു അധികാരമാണ്, അതൊരു പവറാണ് യഥാർത്ഥത്തിൽ. ആ പവർ എന്തിനാണ്? സ്വന്തം ആരെയാണ് ഞങ്ങൾ ഭരിക്കേണ്ടത്, അതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ ഓരോ ജനതയ്ക്കുമുള്ള അധികാരത്തിന്റെ പേരാണ് ജനാധിപത്യം എന്നുള്ളത്. ജനങ്ങൾക്ക് ആധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പവർ കൊടുക്കുക. ആ പവറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെമോക്രസി എന്ന് പറയുക. എന്നാൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ അതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഒരു അധികാരം എന്നുള്ള അർത്ഥത്തിലാണ് ഡെമോക്രസിയെ യൂസ് ചെയ്യാറുള്ളത്. ഒന്നുകൂടി ഒരു പൊളിറ്റിക്കൽ ടേം ആണത്. ഇത് ഫ്രീഡം എന്നുള്ളതാണ് ലിബർട്ടി എന്നുള്ള ടേം കൊണ്ടുള്ള അർത്ഥം. അപ്പോൾ ഈ ഡെമോക്രസിയും ലിബർട്ടിയും സത്യം പറഞ്ഞാൽ രണ്ടും ഒരുമിച്ചാണ് വർക്ക് ചെയ്യാറുള്ളത്. ഒരു നാട്ടിൽ ലിബർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആളുകൾക്ക് സ്വന്തം കാര്യങ്ങൾ നിർണ്ണയിക്കാനുള്ള ഒരു ജനാധിപത്യ അവകാശം ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും ആരെ വേണമെങ്കിലും എതിർക്കാനും അവരുടെ ധൈര്യസമേതം ജീവിക്കാനുമുള്ള അവകാശം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഡെമോക്രസി, ലിബർട്ടി രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. അവർ ഒരുമിച്ചിട്ടാണ് ഒരു ജസ്റ്റ് സൊസൈറ്റി, ജസ്റ്റ് മീൻസ് ഒരു നീതിന്യായ സംവിധാനമുള്ള നീതിപൂർണമായിട്ടുള്ള ഒരു സമൂഹത്തെ നിർണ്ണയിക്കുന്നതിൽ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അതിന്റെ വാക്കുകൊണ്ടുള്ള അർത്ഥം. ലിബർട്ടി മീൻസ് ഫ്രീഡം. ഡെമോക്രസി എന്ന് പറയുമ്പോൾ അത് അധികാരമാണ്. ഒരാൾക്ക് പൊതുജനങ്ങൾക്ക് സ്വന്തം ലീഡേഴ്സിനെ നിർണ്ണയിക്കാനും ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകാനുമുള്ള ഒരു അധികാരത്തിന്റെ പേരാണ് ഡെമോക്രസി എന്നുള്ളത്. എന്നാൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമാണ്. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഒരാൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പറയുവാനും ഭരണാധികാരികളെ വേണമെങ്കിൽ എതിർക്കുവാനും അങ്ങനെ സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിക്കാനും മറ്റുമൊക്കെയുള്ള ജീവിക്കാനുള്ള അവകാശം, ഫ്രീഡം. ആ ഫ്രീഡത്തിന്റെ മറ്റൊരു ടേമാണ് ലിബർട്ടി എന്നുള്ളത്. അത് അല്ലാതെ ശ്രദ്ധിക്കേണ്ടതില്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഈ ഒരു ലിബർട്ടി അവിടെ ഒരു ഫിലോസഫി ആയിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
ഓക്കെ. അപ്പോൾ ഈ ഡെമോക്രസിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഡെമോക്രസിയിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് അധികാരങ്ങൾ ലഭിക്കുന്നുണ്ട്. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി നൽകുന്നുണ്ട്. സമത്വം അവിടെ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള സമ്മേളനങ്ങൾ നടത്താൻ, സംഘടിക്കാനൊക്കെയുള്ള അസംബ്ലിക്കുള്ള അവകാശം അവർക്ക് ഉണ്ടായിരിക്കും. വോട്ടവകാശം ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ അവകാശം ഉണ്ടായിരിക്കും. കുറ്റാരോപിതനായി കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ, ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ അവരുടെ സൈഡ് കൂടി പറയാനുള്ള, ഫെയർ ട്രയൽ മീൻസ് ഇൻ കോർട്ട്, ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ ഞാൻ കുറ്റാരോപിതനാക്കപ്പെട്ടാൽ എനിക്ക് എന്റെ ഭാഗം പറയാനുള്ള അവസരം നൽകുക. അതാണ് റൈറ്റ് ടു എ ഫെയർ ട്രയൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്വത്തവകാശം, ഹെൽത്ത് കെയറിനുള്ള അവകാശം, ഇതൊക്കെ ഒരു ഡെമോക്രസിയിൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പ്രധാനപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള ഇത്തരത്തിലുള്ള ജനാധിപത്യം പോലെയുള്ള മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആകെത്തുക പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മീഡിയ കൈമാറും എന്നുള്ളതാണ്. പ്രൊവൈഡ് സിറ്റിസൻസ് ആക്സസ് ടു ഇൻഫോർമേഷൻ. ആ നാട്ടിൽ നടക്കുന്ന ഭരണകൂടത്തെ കുറിച്ചും അവിടെയുള്ള മറ്റ് വ്യവസ്ഥകളെ കുറിച്ചുമുള്ള പൂർണ്ണമായ വിവരം പൊതുജനങ്ങൾക്ക് നൽകുന്നത് ആരാണ്? മാധ്യമങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാതെ അതിനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളൊരു പ്രക്രിയ നിർബന്ധമായിട്ടും വേണം. കാരണം അവരാണ് പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനും മറ്റുമൊക്കെയുള്ള ഒരു വേദി നൽകുന്നത്. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അധികാരികളുടെ കണ്ണിലേക്ക് നമ്മുടെ വികാരങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ദൃശ്യതയുള്ള മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ജനങ്ങളെ ആ ഒരു പ്രക്രിയക്ക് വേണ്ടി സഹായിക്കുന്നത് മാധ്യമങ്ങളാണ്. എല്ലാത്തിലും ഉപരി അതൊരു സെക്യൂരിറ്റി ഗാർഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കാവൽക്കാരനാണ്, ജനാധിപത്യത്തിന്റെ കാവൽക്കാരനായിട്ട് മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ലേറ്റസ്റ്റ് ഉദാഹരണം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷന്റെ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള അവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഇന്ത്യയിൽ ഒരു വിവാദം സംഭവിക്കുന്നു. ആ സമയത്ത് ആരാണോ ഇലക്ഷൻ കമ്മീഷനെതിരെ ആ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്, അദ്ദേഹം അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? രാഹുൽ ഗാന്ധി ഇത് പ്രസന്റ് ചെയ്തത് മീഡിയയുടെ മുമ്പിലാണ്. കാരണം ആ മീഡിയയിലൂടെയാണ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക്, ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളിലേക്ക് ആ സന്ദേശം ഒറ്റ നിമിഷം കൊണ്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡെമോക്രസിയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ മാധ്യമങ്ങളെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് സെൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങൾ കവർ ചെയ്യാൻ പാടില്ല, അത്തരം വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു സ്ട്രിക്റ്റായ നിയമം ഈ രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനാധിപത്യം എത്രയും പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അപ്പോൾ അത്തരത്തിലൊക്കെ മാധ്യമങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇന്നും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് സമീപകാല ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ പൊതുജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ, അവരുടെ കടമകൾ, അതൊക്കെ ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ പല സിവിൽ ഡിസ്കോഴ്സുകൾ, പൊതുജനങ്ങളെ ബാധിക്കുന്ന ചർച്ചകളിലൊക്കെ ആ ചർച്ചകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, വാദപ്രതിവാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്തുന്നിടത്തും ഡെമോക്രസിയെ സംരക്ഷിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഇനി ഓട്ടോക്രസിയിലേക്ക് പോവുകയാണെങ്കിൽ, ഓട്ടോക്രസി എന്ന് വെച്ചാൽ ജനാധിപത്യത്തിന്റെ നേരെ വിപരീതമാണ് ഓട്ടോക്രസി. ഡെമോക്രസിയുടെ ഓപ്പോസിറ്റ് ഓട്ടോക്രസി. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപത്യം. അതായത് ഒരാൾ മാത്രം ഭരിക്കുന്ന ഭരണം, ഒരു നിശ്ചിത കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ജനങ്ങൾക്ക് അവിടെ ഒന്നും ഒരു അവസരമില്ലാത്ത സ്ഥലമാണ് ഓട്ടോക്രസി എന്നുള്ളത്. അവിടെ മാധ്യമങ്ങൾ കേവലം ഒരു പ്രൊപ്പഗണ്ട ടൂള് മാത്രമായിരിക്കും. പ്രൊപ്പഗണ്ട എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പൊതുജനങ്ങളുമായിട്ട് ഒരു കാര്യം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റായ കാര്യമാണ് എന്നുണ്ടെങ്കിലും അത്തരത്തിൽ നടത്തുന്ന പ്രചാരങ്ങളെയാണ് നമ്മൾ പ്രൊപ്പഗണ്ട എന്ന് പറയുക. ജർമ്മനിയിൽ ഹിറ്റ്ലറൊക്കെ ചെയ്തതുപോലെ. അപ്പോൾ ആ പ്രൊപ്പഗണ്ട എന്നുള്ളത് ആണ് ഓട്ടോക്രസിയിൽ ഉണ്ടാകുക. എന്നാൽ ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മീഡിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും പ്രൊപ്പഗണ്ട ആയിരിക്കില്ല, മറിച്ച് അവിടെയുള്ള പൊതുജനങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡെമോക്രസിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു കോർ ഭാഗമുള്ളത്. അപ്പോൾ ഇതിൽ പറയപ്പെട്ട എങ്ങനെയാണ് വിശദീകരിച്ചുള്ളത് നോക്കുക. ഒക്കെ സിമ്പിൾ പോയിന്റ്സ് ആണ്, അത് ഓർത്തു വെക്കുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതൊരു പൊളിറ്റിക്കൽ വിഷയം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വലിയ ഫാക്റ്റുകളൊന്നും ആവശ്യമില്ല. ഒരു മർമ്മം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാകുന്ന ഭാഗങ്ങളെ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ഇതിൽ വരുന്നൊരു കോൺസെപ്റ്റ് ആണ് മീഡിയ ഫ്രീഡം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ നിലകൊള്ളാനുള്ള നിയമപരമായിട്ടുള്ള ഒരു അസ്തിത്വം വേണ്ടി വരും. അതിനെയാണ് നമ്മൾ മീഡിയ ഫ്രീഡം എന്ന് വിളിക്കുക, അഥവാ മാധ്യമ സ്വാതന്ത്ര്യം. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യുക. മീഡിയ ഫ്രീഡം ഈസ് എ റൈറ്റ് ഓഫ് ജേർണലിസ്റ്റ്.
അതായത് അവിടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ അവകാശമാണ്. എന്തിനുള്ള അവകാശം? ആൻഡ് അതർ മീഡിയ പ്രൊഫഷണൽ, മറ്റ് മാധ്യമ പ്രൊഫഷണൽസിനൊക്കെയുള്ള ഒരു അവകാശമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിപ്പോർട്ട് ന്യൂസ് ആൻഡ് ഇൻഫോർമേഷൻ വിത്തൗട്ട് ഇന്റർഫറൻസ്. പുറത്തു നിന്നുള്ള ബാഹ്യമായിട്ടുള്ള യാതൊരു ഇടപെടലുകളോ സെൻസർഷിപ്പുകളോ ഒന്നും ബാധിക്കാതെ തന്നെ ആ നാട്ടിലെ വാർത്തകളും വിവരങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കേണ്ട അവകാശത്തെയാണ് നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ ഉണ്ടാവാൻ പാടില്ല? സെൻസർഷിപ്പ് ഉണ്ടാവാൻ പാടില്ല, ഗവൺമെന്റ് അവരെ അടിച്ചമർത്താൻ പാടില്ല, കോർപ്പറേറ്റുകൾ അവരെ മുതലെടുക്കാൻ പാടില്ല. അത്തരത്തിൽ വളരെ സുതാര്യമായിട്ട് മാധ്യമ പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. അത് മൗലിക അവകാശമാണ്. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഈ ഒരു അവകാശം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജനാധിപത്യ സമൂഹം പുലരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മീഡിയ ഫ്രീഡം ഉണ്ടായിരിക്കൽ വളരെ പ്രധാനമാണ്. കാരണം അതിലൂടെയാണ് പൊതുജനങ്ങൾക്ക് വളരെ ഓപ്പണായിട്ട് ഡിബേറ്റ് ചെയ്യുവാനും പരസ്പരം ആശയങ്ങൾ കൈമാറാനൊക്കെ പറ്റുള്ളൂ. ഒരു കാര്യം മാത്രം അടിച്ചേൽപ്പിക്കപ്പെടാതെ രണ്ട് സൈഡും കേൾക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്ന യഥാർത്ഥത്തിൽ മാധ്യമ മേഖലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നുകൂടി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള, ഇൻക്ലൂസീവ് മീൻസ് ഉൾക്കൊള്ളുന്ന എല്ലാ തരത്തിലുള്ള ആളുകളെയും, അത് മതപരമായി, സാംസ്കാരികപരമായി, ഭാഷാപരമായിട്ട് ഒരുപാട് വൈജാത്യങ്ങളുള്ള ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എല്ലാവർക്കും അവരുടെ ഭാഗം പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം. അവർക്കും ദൃശ്യത ലഭിക്കണം. ആ ദൃശ്യത നൽകാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കുക, ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഒരിക്കൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെയിൻറ്റെയിനിങ് മീഡിയ ഫ്രീഡം. എന്തിനു വേണ്ടിയിട്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടത്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ഒബ്ജക്റ്റീവ്സ് മീൻസ് അതിന്റെ ലക്ഷ്യങ്ങൾ. മെയിൻറ്റെയിനിങ് മീഡിയ ഫ്രീഡം, മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ. ഒന്ന്, ഇറ്റ് എൻഷുവേഴ്സ് ആക്സസ് ടു ഇൻഫോർമേഷൻ. ആ നാട്ടിലുള്ള എല്ലാ വിവരങ്ങളിലേക്കും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നു. ആ വിവരങ്ങളുടെ ലഭ്യതയാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇറ്റ് പ്രൊമോട്ട്സ് അക്കൗണ്ടബിലിറ്റി. കൂടുതൽ ഒരു ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ സുതാര്യത അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്നൊക്കെ പറയുമല്ലോ. ത്രൂ ഇൻവെസ്റ്റിഗേഷൻ ഇൻടു കറപ്ഷൻ ആൻഡ് അബ്യൂസ് ഓഫ് പവർ. അവിടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അധികാര ദുർവിനിയോഗം നടക്കുന്നുണ്ടോ, അഴിമതി നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് എല്ലാ സമയത്തും അവിടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തപൂർണ്ണമായിട്ട് സുതാര്യമായിട്ട് നിലനിർത്താൻ മാധ്യമങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ ഒന്ന്, നമുക്ക് അവിടെയുള്ള ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിക്കുന്നു. അവിടെയുള്ള അധികാര കേന്ദ്രങ്ങളെ കൂടുതൽ സുതാര്യമായിട്ട് ഉത്തരവാദിത്തപൂർണ്ണമായിട്ട് നിലനിർത്താനും മാധ്യമ സ്വാതന്ത്ര്യത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വലിയൊരു അളവിൽ അഴിമതി ചെയ്യാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ അതൊരു മാധ്യമ സ്ഥാപനം പിടിച്ചു കഴിഞ്ഞാൽ, അവരത് വാർത്തയാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയും വലിയൊരു പങ്കാണ് ഒരു നാട്ടിൽ ഒരു കാവൽക്കാരനെ പോലെ മാധ്യമങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ചാപ്റ്ററിൽ കുറെയൊക്കെ റിപ്പീറ്റിംഗ് തന്നെയാണ്. ഇനി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് കോൺസ്റ്റിറ്റ്യൂഷനലി പ്രൊട്ടക്റ്റഡ് ആണ്. ഭരണഘടന തന്നെ ഈ ഒരു അവകാശം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വകവെച്ച് നൽകുന്നുണ്ട്. അതിന്റെ കുറച്ച് പോസിറ്റീവ് ഉദാഹരണങ്ങളാണ് ഈ ഒരു ഗ്രീൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഒരു BBC ഡോക്യുമെന്ററി ആയിരുന്നു ഇന്ത്യാസ് ഡോട്ടർ എന്നുള്ളത്. 2012 നടന്ന ഡൽഹിയിലെ ഒരു കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് BBC പുറത്തിറക്കിയ ഒരു ഡോക്യുമെന്ററി ആണ് ഇന്ത്യയുടെ മകൾ അഥവാ ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറയുന്നത്. 2015 അത് പുറത്തിറങ്ങുന്നത്. ആ ഒരു ഡോക്യുമെന്ററി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നിയമപാലനത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററി ആയിട്ട് കൂടി ഇന്ത്യയിൽ ഒരിക്കലും അത് ബാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഡോക്യുമെന്ററി എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ അന്ന് ലഭ്യമായിരുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടിത്തട്ടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരിക്കും, പരിസ്ഥിതി പ്രവർത്തകരെ പോലെ, അല്ലെങ്കിൽ ഒരുപാട് ഗ്രാസ് റൂട്ട് ആക്ടിവിസ്റ്റുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ അൺസങ് ഹീറോസ് എന്ന് പറഞ്ഞാൽ പാടിപ്പുകഴ്ത്തപ്പെടാത്ത നായകന്മാർ, അതായത് ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത എന്നാൽ ശ്രദ്ധിക്കപ്പെടേണ്ട ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററി 2016 വന്നിട്ടുണ്ടായിരുന്നു. അതും പലതും ഗവൺമെന്റിനെതിരെയുള്ള കാര്യങ്ങളായിരുന്നിട്ട് പോലും അത് എന്ത് ചെയ്തിട്ടില്ല? ഇന്ത്യയിൽ തടസ്സം നിന്നിട്ടില്ല. പിന്നെ 2023 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ് ദ മോദി ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഇന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ കുറിച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു മോദി ക്വസ്റ്റ്യൻ എന്നുള്ളത്. അത് 2002 നടന്ന ഗുജറാത്ത് കലാപത്തിൽ അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിക്ക് അതിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് എന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിനെ വല്ലാതെ സ്വാധീനിച്ച, വല്ലാതെ മൈലേജ് നൽകിയ ഒരു സംഗതിയാണ് ഗുജറാത്ത് കലാപം എന്ന് സ്ഥാപിക്കുന്ന ഒരു ഡോക്യുമെന്ററി ആയിരുന്നു ദ മോദി ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. അത്രത്തോളം ഭരണഘടനാപരമായിട്ട് ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില സമയത്ത് നമുക്ക് ചില നെഗറ്റീവ് ആയിട്ടുള്ള ഉദാഹരണങ്ങളും കാണാനായിട്ട് പറ്റും. പലപ്പോഴും പ്രസ് ഫ്രീഡത്തിന് വിലങ്ങുതടിയാകുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഈ അടുത്താണ്
മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലായിട്ടുള്ള മീഡിയ വണ്ണിനെതിരെ ഗവൺമെന്റിന്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു. മീഡിയ വൺ ചാനൽ ഒരു കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനെ ഈ രാജ്യത്ത് നിരോധിച്ചിരുന്നു. ഇപ്പോൾ ഒരു മുഖ്യധാര മലയാള മാധ്യമത്തെ പോലും നിരോധിക്കാൻ പാകത്തിനുള്ള ഗവൺമെന്റ് അധികാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു നെഗറ്റീവ് സൈഡ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതായത് കർബിംഗ് പ്രസ് ഫ്രീഡം, അതായത് പ്രസ് ഫ്രീഡം പിടിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥ. പിന്നെ IT റൂൾസ് 2018 ഇന്ത്യയിലുള്ള IT യൂസേജുമായി ബന്ധപ്പെട്ട് ഒരു നിയമം മുന്നോട്ട് വന്നിരുന്നു. അതിലുള്ള പല ഗൈഡ് ലൈൻസും യഥാർത്ഥത്തിൽ ഒരുപാട് ചാനലുകളെ വല്ലാതെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുറെ കൂടി പോസിറ്റീവ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി ചലഞ്ചസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട തടസ്സം എന്നുള്ളത് സെൻസർഷിപ്പ് തന്നെയാണ്. പല ചാനലുകളെയും നിരോധിക്കാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട് എന്നുള്ള ആ ഒരു സെൻസർഷിപ്പ് റൈറ്റ് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമ സ്വാതന്ത്ര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ദെൻ സർവീലിയൻസ് എന്നുള്ളതാണ്. സർവീലിയൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതായത് നിരീക്ഷണം. CCTV സർവീലിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ യഥാർത്ഥത്തിൽ എപ്പോഴും ഗവൺമെന്റുകളുടെ കണ്ണിലെ കരടായിട്ട് തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. എവിടെ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, അതിലൂടെ തന്നെ പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളെ ട്രാക്ക് ചെയ്യാൻ പ്രത്യേകം പോലീസ് ഓഫീസേഴ്സിന് വരെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. അതായത് ഒരു ജേർണലിസ്റ്റ്, ആ ജേർണലിസ്റ്റ് ഗവൺമെന്റിനെതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ നിരന്തരം നിരീക്ഷിക്കുകയും ഒരുപക്ഷെ കൊല്ലാതെ കൊല്ലുന്ന രൂപത്തിൽ ആ ആളെ നിരന്തരം പിന്തുടരുന്ന ഒരവസ്ഥ, എപ്പോഴും അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക, അവർക്കൊരു സ്വസ്ഥത നൽകാതെ പ്രവർത്തിക്കുക എന്നുള്ളൊരു അവസ്ഥ പലപ്പോഴും ഇന്ത്യയിൽ കാണാറുണ്ട്. പിന്നെ വരുന്നൊരു വിഷയമാണ് ഹരാസ്മെന്റ് എന്നുള്ളത്. അതായത് അവരെ ആക്രമിക്കുന്നത്, അത് കൊലപാതകത്തിൽ വരെ എത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗൗരി ലങ്കേഷ് എന്നുള്ളത്. ഈ പിക്ചറിൽ കാണുന്ന ഗൗരി ലങ്കേഷ് തീവ്രവാദ പ്രവർത്തകരുടെ വെടിയേറ്റിട്ടായിരുന്നു ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു വാർത്ത വന്ന സമയത്ത് ആ ഒരു തീവ്ര വിഭാഗത്തിനെതിരെയുള്ള വാർത്ത നിരന്തരമായിട്ട് കൊടുത്തു എന്നതിന്റെ പേരിൽ എന്ത് ചെയ്തിരുന്നു? ബാംഗ്ലൂരിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വെച്ചിട്ട് അവരെ വെടിവെച്ച് കൊന്ന ചരിത്രം പോലും ഈ സമീപകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അവരുടെ ജീവൻ ഇപ്പോഴും ഭീഷണിയുണ്ട് എന്നുള്ള ചില ചലഞ്ചസ് കൂടി നമുക്ക് ഈ ഒരു മാധ്യമ സ്വാതന്ത്ര്യം സംസാരിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ അതിൽ ഫൈനൽ വരുന്ന ഒരു കാര്യമാണ്, അപ്പോൾ എന്താണ് ഒരു രാജ്യം ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യം നൽകുക, രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലേക്കുമുള്ള വിവരങ്ങൾ അവർക്ക് കൈമാറുക എന്നുള്ളത്, ആക്സസ് ടു ഇൻഫോർമേഷൻ. ഇപ്പോൾ നമുക്ക് വിവരാവകാശ നിയമമൊക്കെ ഉണ്ട്. ഗവൺമെന്റിന്റെ ഏത് കാര്യങ്ങളും ഏതൊരു പൊതുജനത്തിൽ പെടുന്ന ഏതൊരാൾക്കും, മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ വിവരാവകാശ നിയമപ്രകാരം അത് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊജക്ടിന് വേണ്ടി എത്ര ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു എമൗണ്ട് പോലും കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദെൻ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ പ്രക്ഷേപണം നടത്താൻ ചാനലുകൾക്ക് അധികാരം നൽകുക, ഗവൺമെന്റുകളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക, അതുപോലെ തന്നെ ജേർണലിസ്റ്റുകളുടെ ജീവന് സംരക്ഷണം ഒരുക്കുക. അപ്പോൾ അത്തരത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിയമപരമായിട്ടുള്ള സംരക്ഷണം നൽകുക, സെൻസർഷിപ്പുകൾ അമിതമായിട്ട് നടത്താതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പഠിച്ചില്ലെങ്കിൽ എഴുതാൻ പറ്റാവുന്ന സാധനങ്ങളാണത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ എന്താണ് മീഡിയ ഫ്രീഡം എന്ന് ചോദിച്ചേക്കാം. ആ 2 ഒബ്ജക്റ്റീവ്സ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആക്സസ് ടു ഇൻഫോർമേഷനും അതുപോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഭരണകൂടത്തെ കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെയുള്ള അവരെ നിരന്തരം ഉത്തരവാദിത്തപൂർണ്ണമായിട്ട് അക്കൗണ്ടബിൾ ആയിട്ട് നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് സംസാരിക്കാനുള്ളത്. ദെൻ റോൾ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാസ് മീഡിയ ചോദിച്ചേക്കാം. ചോദിച്ചോളൂ. അപ്പൊ ഈ മാധ്യമ സ്വാതന്ത്ര്യം ശരിക്കും ഭരണഘടനയിലൂടെ സംരക്ഷിക്കപ്പെടുന്നില്ല? ഭരണഘടനയിലൂടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ ഭരണഘടന സംരക്ഷിക്കുന്ന യഥാർത്ഥത്തിൽ അവർക്ക് സെൻസർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു നാണയത്തിന് 2 വശമുണ്ട്. ഇപ്പൊ ഒരു മാധ്യമം നിരന്തരമായിട്ട് ഇന്ത്യക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതക്കെതിരെയുള്ള വർഗീയമായ കണ്ടന്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചാനലിനെ നിരോധിക്കേണ്ടി വരിക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്തരം ചാനലുകൾ എന്തായാലും നിരോധിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ അത്തരം ഒരു ലൂപ്പ് ഹോളിന്റെ മറവ് പിടിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന മീഡിയകൾക്കെതിരെയും തിരിയാനുള്ള ഒരു അവസരം എവിടെയുണ്ട്? ഇന്ത്യയിലും മറ്റെല്ലാ ലോകത്തും ഉണ്ട്. അത് മനുഷ്യന്റെ പരിമിതിയാണ്. ഒരു
ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഈ ഈ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വെറുതെ ആളുകളെ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ചാനലുകൾ പൂട്ടിക്കുക, അത്തരം സംഗതികൾ ചെയ്യാം. ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ചാനലുകൾ രാഷ്ട്ര താല്പര്യത്തിനെതിരാണ് എന്നുള്ള ഒരു പ്രതീതി വരുത്തി തീർത്തിട്ടാണ് അവരങ്ങനെ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഒബ്ജക്ഷൻ പറയുന്നിടത്ത് പരിമിതികൾ ഉണ്ടായിരിക്കും. ഭരണഘടനാപരമായിട്ട് യഥാർത്ഥത്തിൽ ഇത് പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ ഒരു സർക്കാർ ഒന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ ഏതെങ്കിലും ഒക്കെ കള്ളക്കേസിൽ പെടുത്തിക്കൊണ്ട് അവരെ തുറങ്കലിലടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ചാനല് നിരോധിക്കാനൊക്കെയുള്ള അവസരങ്ങളും ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൊതുജനങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് അവെയർ ആകണം. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ഒരു മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ നമ്മളും ഭാഗവാക്കാവണമെന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. സാർ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ ബാൻ ചെയ്തനല്ലോ, മീഡിയാസ് മൊത്തം ബാൻ ചെയ്തനല്ലോ. അതെ, അടിയന്തരാവസ്ഥ കാലത്ത് അത് ഡിബേറ്റബിൾ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വെച്ചിട്ടാണ് അന്ന് ആ നിരോധനം നടപ്പിലാക്കിയിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കൊണ്ടുവരൽ ഒരിക്കലും ഭരണഘടനയെ ലംഘിച്ചുകൊണ്ടായിരിക്കില്ല. ഭരണഘടനയിൽ ക്ലോസ് ഉണ്ടായിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദുരുപയോഗം ചെയ്യാൻ പറ്റും. ഭരണഘടനയിൽ അത്തരം ഒരു സമയം നിർണയിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന് മുമ്പ് തന്നെ അത്തരമൊന്നും പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് സർക്കാരുകൾക്ക് എന്ത് ചെയ്യാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. എന്നിട്ട് ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യാനും അടിച്ചമർത്താനും പറ്റും. അപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭരണകൂടങ്ങളായതുകൊണ്ട് തന്നെ, നിയമങ്ങളായതുകൊണ്ട് രണ്ടിനും അതിന്റെ ഗുണവും ദോഷവും രണ്ട് സൈഡും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും രാഷ്ട്രീയ പ്രബുദ്ധതയോട് കൂടിയിട്ട് നീങ്ങാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. ഫൈനൽ യൂണിറ്റ് ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി എന്നുള്ളത്. ഇവിടെ നമുക്ക് 4 ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ആദ്യമായിട്ട് ICT എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയണം. പിന്നെ അതിന് ശേഷം ഫസ്റ്റത്തെ ടോപ്പിക്കാണ് ഗ്ലോബൽ വില്ലേജ്, അത് ആഗോള ഗ്രാമം, ഒരു കോൺസെപ്റ്റ് ആണത്. ദെൻ ടെക്നോളജി, സൊസൈറ്റി ആൻഡ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച്, ദെൻ ഇൻഫോർമേഷൻ സൊസൈറ്റി, നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി. അങ്ങനെ ഒരു 4 ഭാഗങ്ങളാണ് പറയാനുള്ളത്. ഇന്റർ കണക്റ്റഡ് ആണ്, വലിയ വ്യത്യാസമൊന്നും തമ്മിൽ വരുന്നില്ല എന്ന് പറയാം. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദി മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി. ഒരു ബഹുജന ആശയവിനിമയ മേഖല അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കണം. എല്ലാവർക്കും അവിടെ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. പറയുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത് അതിന്റെ പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് എത്തിയിരിക്കണം. അതിന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വേണം എന്നുള്ളത് അനിവാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് ICT എന്നുള്ളത്. ഈ ചാപ്റ്ററുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ ബന്ധമേ ഉള്ളൂ. എങ്കിലും മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ICT എന്നുള്ളത്. ICT സ്റ്റാൻഡ്സ് ഫോർ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതായത് ആശയവിനിമയ മേഖലയിലെ അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറുന്ന ഇൻഫോർമേഷൻ മേഖലയിലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള പഠനമാണ്, അല്ലെങ്കിൽ ആ ടെക്നോളജികളെ വിളിക്കുന്ന പേരാണ് ICT എന്നുള്ളത്. അപ്പോൾ സാങ്കേതിക വിദ്യകളൊക്കെ ഇതിന്റെ പരിധിയിൽ വരും. ഇപ്പോൾ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ടാബുകൾ, AI ഇതൊക്കെ എന്തിൽ പെടും? ICTയിൽ പെടുന്നതാണ്. ഫുൾ ഫോം ചോദിക്കൂ, ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചേക്കാം. എക്സ്പാൻഡ് ICT എന്ന് ചോദിച്ചേക്കാം. 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ആണല്ലോ, 12 പഠിച്ചാൽ മതി. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷൻ എടുത്താൽ മതി, C എന്നുള്ളത്. പിന്നെ I എന്ന് പറയുമ്പോൾ ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. ഇൻഫോർമേഷൻ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ AI ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും ഈ ICTയുടെ പരിധിയിലാണ് വരിക കേട്ടോ. അപ്പൊ അതിൽ എത്രയാണ് പറയാനുള്ളത്? ഇപ്പൊ കൊമേഴ്സ്, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ് അങ്ങനെ തുടങ്ങി സർവ്വ മേഖലയിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ഒരു ആശയം. ഇവിടെയാണ് നമ്മൾ ചാപ്റ്റർ തലത്തിൽ കാര്യമായിട്ട് തുടങ്ങുന്നത്. മാർഷൽ മക്ലുഹാൻ എന്ന് പറയുന്ന ഒരു മീഡിയ സൈദ്ധാന്തികൻ കൊണ്ടുവന്നിട്ടുള്ള ആശയമാണ് ഗ്ലോബൽ വില്ലേജ് എന്നുള്ളത്. ഈ ആശയത്തിൽ പറയുന്നത്, ഒരു കനാഡിയൻ ഫിലോസഫർ ആണ്. അദ്ദേഹം പറയുന്നത് ലോകം മൊത്തം എന്തായിട്ടുണ്ട്? ഒരു ഒറ്റ ഗ്രാമമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയും, എൻ്റെ ഈ ഗ്രാമം, തൊട്ടപ്പുറത്തെ ഗ്രാമം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജില്ല ഒക്കെ ആയിട്ട് വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വേർതിരിച്ച് പറയുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള അതിരുകൾക്കൊന്നും ഇന്ന് പ്രസക്തിയില്ല. ലോകം മൊത്തം ഒറ്റ ഗ്രാമമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് മാർഷൽ മക്ലുഹാൻ എന്ന് പറയുന്ന സൈദ്ധാന്തികൻ ഒരു ആശയം മുന്നോട്ട് വെക്കുകയുണ്ടായി. അദ്ദേഹം ഇത് പറയാനുള്ള കാരണം, പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ പോലെയുള്ള നവമാധ്യമങ്ങൾ സജീവമായതോട് കൂടിയിട്ട് ആ മാധ്യമങ്ങൾക്ക് അകത്ത് കടന്നു കഴിഞ്ഞാൽ അവിടെ ജോഗ്രഫിക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. ആളുകളൊക്കെ അമേരിക്കയിലുള്ള ആളാണെങ്കിലും ശരി, ഇന്ത്യയിലുള്ള ആളാണെങ്കിലും ശരി, ആഫ്രിക്കയിലുള്ളവരാണെങ്കിലും ശരി, അവരൊക്കെ
തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ജീവിക്കുന്ന പോലെ ഒരു ആഗോള ജീവിതം, ഒരു ആഗോള ഗ്രാമം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്ലോബൽ വില്ലേജ് കൊണ്ടുള്ള ആശയം. വളരെ സിമ്പിൾ ആണ്, പേരിൽ തന്നെ ആ കാര്യം വ്യക്തമാണ്. അതിനുള്ള കാരണമായിട്ടുള്ളത് TV, ഇന്റർനെറ്റ് ഒക്കെ പോലെയായിട്ടുള്ള മാസ് മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ സംവിധാനങ്ങളാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതോടുകൂടി സമയം, സംസ്കാരം, ദൂരം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല തടസ്സങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മാസ് മീഡിയകൾ കവച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. പിന്നെ മക്ലുഹൻ ഒരു നെഗറ്റീവ് സൈഡ് കൂടി പറയുന്നുണ്ട്, സെൻസറി ഓവർലോഡ് കൂടുതലാണ് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഒരു ഗ്ലോബൽ വില്ലേജിൽ അവിടെ പ്രൈവസിക്ക് എന്താണ് കുറവ് നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റി ഇപ്പൊ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഗൂഗിൾ മീറ്റ് യഥാർത്ഥത്തിൽ സെക്യൂർ ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീമിനെ ഇത് ഹാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഒരു മീറ്റിംഗിൽ പോയി ഈ ലിങ്ക് എത്ര ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും എത്ര പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാലും ഹാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മീറ്റിംഗ് ഹാക്ക് ചെയ്യപ്പെടാം, ബാക്കിയുള്ളവർക്ക് ഇതിൽ വന്നിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കാം. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രൈവസി ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഗുരുതരമായിട്ടുള്ള പല പ്രൈവസി പ്രശ്നങ്ങളും ഉയർത്തുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയയും നവമാധ്യമങ്ങളും. അത് ഈ ഗ്ലോബൽ വില്ലേജിൽ സെക്യൂരിറ്റി കുറവാണ് എന്നുള്ളൊരു പ്രശ്നം മക്ലുഹൻ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ആളുകൾ പലപ്പോഴും ജസ്റ്റ് ഒരു കാര്യത്തെ ജസ്റ്റ് ഒരു ഷാലോ തിങ്കിങ്, വളരെ നിസ്സാരമായിട്ട് ചില കാര്യങ്ങളോട് ഒന്ന് ആലോചിക്കുന്നു എന്നല്ലാതെ അതിൽ ഇടപെടുക, അത്തരം മെന്റാലിറ്റി ഒക്കെ ആളുകൾക്ക് കുറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഈ റീലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു, അതിലുള്ള വലിയ ആശയങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഒക്കെ കേൾക്കുന്നു എന്നല്ലാതെ പ്രവർത്തനത്തിലേക്ക് അതൊന്നും കൊണ്ടുവരാത്ത ഒരു സ്ഥിതിവിശേഷം, കേവലം കേൾവിക്കാർ മാത്രമായിട്ട് ചുരുങ്ങുന്നു എന്നുള്ളതും ഗ്ലോബൽ വില്ലേജിന്റെ ഒരു നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയില്ല. ഞാൻ അത് 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഈ പോയിന്റൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ഡെവലപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഗ്ലോബൽ വില്ലേജുമായി പറയാനുള്ള ബേസിക് കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ വിഷയമാണ് ടെക്നോളജി, സൊസൈറ്റി ആൻഡ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. കണക്റ്റഡ് ആണെന്ന് കാണാം. ടെക്നോളജി എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സമൂഹം, ഹിസ്റ്റോറിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള മാറ്റം. അപ്പോൾ ഈ മൂന്നും യഥാർത്ഥത്തിൽ ലിങ്ക്ഡ് ആണ്. ടെക്നോളജി വികസിച്ച സമയത്താണ് സമൂഹം വികസിച്ചത്. ആ സമൂഹം വികസിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ചരിത്ര സംബന്ധമായിട്ടുള്ള മാറ്റം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു മൂന്നും പരസ്പരം ലിങ്ക്ഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെ നമുക്ക് നേരെ തിരിച്ചും പറയാൻ പറ്റും. സൊസൈറ്റി എന്നുള്ളത് വികസിച്ച സമയത്താണ് അവിടെ സാങ്കേതിക വിദ്യയുടെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്. അതിലൂടെയാണ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഉണ്ടായത്. അപ്പൊ ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ളത് ചുരുക്കം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ജ്ഞാനോദയ കാലം, എൻലൈറ്റ്മെന്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം, അതിനെ തുടർന്നിട്ടുണ്ടായിട്ടുള്ള പല ലോകത്ത് വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നൊരു സമയമാണ് ജ്ഞാനോദയ കാലം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ 17-18 നൂറ്റാണ്ടുകളിലൊക്കെ ലോകം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ വമ്പൻ മാറ്റത്തിന്, ഇൻഡസ്ട്രിയലൈസേഷൻ വിധേയമായിട്ടുണ്ട്. അതായത് വ്യാവസായിക വൽക്കരണം ലോകത്ത് വരുന്നത് അന്ന് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങളെയൊക്കെ തുടർന്നിട്ടാണ്. അതേ സമയത്ത് തന്നെയാണ് ഈ പ്രിന്റ് തുടങ്ങിയിട്ടുള്ള ടെക്നോളജികളൊക്കെ വികസിക്കുന്നതെന്ന് നമുക്ക് കാണാം, മാസ് മീഡിയ ഒക്കെ വികസിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആ മാസ് മീഡിയ വികസിച്ചതോട് കൂടിയിട്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആളുകളൊക്കെ വളരെ ശ്രേണീകരണത്തിന് വിധേയമായിക്കൊണ്ട് വ്യത്യസ്ത ശ്രേണികളിലായിട്ട് നിന്നിരുന്ന മനുഷ്യരൊക്കെ ഒന്നാവുകയും അവരിൽ സമത്വം കൂടി വരികയും അന്ന് നിലനിന്നിരുന്ന പല അടിമത്ത സമ്പ്രദായങ്ങളും ഇല്ലാതെയാക്കാനൊക്കെ എന്തിനു സാധിച്ചിട്ടുണ്ട്, ഈ മാസ് മീഡിയ, അന്നത്തെ കാലത്തെ മാസ് മീഡിയ ടെക്നോളജിക്ക് സാധിച്ചിട്ടുണ്ട്. അതുമൂലം സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നു. ഇപ്പോ പുതിയ കാലത്ത് ഓട്ടോമേഷൻ, AI ഒക്കെ വന്നതോട് കൂടിയിട്ട് നല്ല വമ്പൻ പണമുള്ള എലൈറ്റ് വർഗത്തിന്, വരേണ്യ വിഭാഗങ്ങൾക്കും AI സേവനങ്ങൾ ലഭ്യമാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കും AI സേവനങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അത്രത്തോളം സമത്വം ലോകത്ത് സ്ഥാപിക്കാൻ എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു രീതിയിലേക്ക് ടെക്നോളജി മാറിയിട്ടുണ്ട് എന്നുള്ളതും, അത് സമൂഹം കൂടുതൽ സമത്വത്തിലേക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ചേഞ്ച്, ചരിത്രപരമായിട്ടുള്ള ഒരു ഭീമമായ മാറ്റം സംഭവിക്കുന്നത് ഒരേ സമയം തന്നെ സാമൂഹികപരവും സാംസ്കാരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. പലപ്പോഴും അതിന്റെ ചാലക ശക്തിയായിട്ട് വർത്തിക്കാറുള്ളത് അവിടെയുള്ള സാങ്കേതിക വിദ്യയുടെ വികാസമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ പണ്ടൊക്കെ പത്രങ്ങളിൽ എഴുതിയിരുന്നത് അല്ലെങ്കിൽ അതിലൊക്കെ ഇടപെട്ടിരുന്നത് അന്നത്തെ വരേണ്യ ടീം മാത്രമായിരുന്നു. ഇന്ന് ലോകത്തെ എല്ലാവരും ഒരുപോലെ ഇതിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ ലോകം ഒന്നും കൂടി ഈ ഒരു മേഖലയിലൊക്കെ വികസിച്ചിട്ടുണ്ട്, ടെക്നോളജിയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിന്റെ ഒരു രത്ന ചുരുക്കം. ഇനി മൂന്നാമത്തെ ഏരിയ ആണ് ഇൻഫോർമേഷൻ സൊസൈറ്റി. ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICT ഉപയോഗിക്കുന്നവരെയാണ് ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയാം. സിമ്പിൾ ആണ്. ദ ടേം ഇൻഫോർമേഷൻ സൊസൈറ്റി റെഫേഴ്സ് ടു എ സൊസൈറ്റി, ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇങ്ങനെ ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്, വിച്ച് ഈസ് ഡ്രിവൺ ബൈ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ ICTയിലൂടെ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ICT ഉപയോഗിക്കുന്ന സമൂഹത്തെയാണ് നമ്മൾ ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയാം. ഹലോ, ആരെന്തെങ്കിലും ചോദിച്ചോ?
ഫാത്തിമ, ഡൗട്ട് ഉണ്ടോ? ചോദിച്ചില്ലല്ലോ സർ ആരും. ഓക്കെ ഓക്കെ. അപ്പൊ ബാക്കിയുള്ള മൈക്കൊന്ന് ക്ലോസ് ചെയ്യട്ടെ. സൗണ്ട് വരുമ്പോൾ ഡൗട്ട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ മൈക്കൊന്ന് ക്ലോസ് ചെയ്താൽ നന്നാവും. സംശയമുള്ളവർ ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ICT യൂസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെയാണ് നമ്മൾ ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ അഗ്രഗണ്യരായിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹം. ലോകം മെല്ലെ മെല്ലെയാണ് ഒരു ഇൻഫർമേഷൻ സൊസൈറ്റി ആയിട്ട് പരിവർത്തനത്തിന് വിധേയമാകുക. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പോൾ വികസനം തീരെ തൊട്ടുതിണ്ടാത്ത രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മളെ പോലെ ഒരു പക്ഷേ AI യൂസ് ചെയ്യുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ AI ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ വികസിച്ചിട്ടുള്ള സമൂഹങ്ങളിൽ ഈ AI വളരെ മികച്ച വേർഷനൊക്കെ ഇന്ന് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. ചുരുക്കി പറഞ്ഞാൽ ആരാണ് ICT യൂസ് ചെയ്യുന്നത് ആ സമൂഹത്തെയാണ് നമ്മൾ ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് പറയുക. അതിൽ ഇനി കുറച്ച് സവിശേഷതകളുണ്ട്, അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന കുറച്ച് റിസൾട്ടുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്സസ് ടു ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ലോകത്തുള്ള എല്ലാ വിവരങ്ങളെ കുറിച്ചും ഏത് സമയത്തും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നു ഗൂഗിൾ ആണ് ഏറ്റവും വലിയ സഹായി എന്നുള്ളത്. പക്ഷെ ഗൂഗിൾ കേവലം നമുക്ക് കുറെ വെബ്സൈറ്റുകൾ ഇങ്ങനെ തുറന്നു തരികയാണ് ചെയ്യുക. എന്നാൽ ഇന്നിപ്പോ ChatGPT വന്ന് ChatGPT നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ആൻസർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുന്നു. ഗൂഗിൾ ഒരിക്കലും ആൻസർ ആയിരുന്നില്ല കിട്ടിയിരുന്നത്, മറിച്ച് ആൻസർ പറയുന്ന കുറെ വെബ്സൈറ്റുകളുടെ ലിങ്ക് ആയിരുന്നു ഗൂഗിൾ നമുക്ക് നൽകിയിരുന്നത്. ഇന്നൊന്നും കൂടി എളുപ്പത്തിൽ നമുക്ക് വേണ്ട സർവ്വതും നൽകുന്ന രൂപത്തിലേക്ക് ChatGPT വളരുന്നു. ഇനി ഭാവിയിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് AI വളരും, പുതിയ സാങ്കേതിക വിദ്യ വളരും. അപ്പോൾ അതാണ് ഇൻഫർമേഷൻ സൊസൈറ്റിയിൽ അവിടെ എല്ലാവർക്കും ഇൻഫർമേഷൻ ഉള്ള അവസരം ലഭിക്കുന്നു. പിന്നെ ഒന്നാണ് നോളജ് ബേസ്ഡ് എക്കണോമി എന്നുള്ളത്. നോളജ് ബേസ്ഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ജ്ഞാന സമ്പത്ത് വ്യവസ്ഥ, അതായത് അവിടെയുള്ള എക്കണോമിയെ മുന്നോട്ട് നയിക്കുന്നത് നോളജ് ആയിരിക്കും, വിജ്ഞാനമായിരിക്കും അവിടുത്തെ സാമ്പത്തിക ക്രമത്തിന്റെ നട്ടെല്ലായിട്ട് വർത്തിക്കുന്നുണ്ടാവുക. അപ്പൊ ചില ഇതൊക്കെ അഗ്രികൾച്ചർ ബേസ്ഡ് എക്കണോമികളുണ്ട്, ഇൻഡസ്ട്രി ബേസ്ഡ് എക്കണോമികളുണ്ട്. ഇനി ഭാവിയിൽ സ്വാധീനം നേടാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൽ ഊന്നിയിട്ടുള്ള നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു നെഗറ്റീവ് സംഭവമാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ളത്. ഒരു നെഗറ്റീവ് ഫീച്ചറാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുമ്പോൾ. ഡിജിറ്റൽ ലോകം മനുഷ്യരെ വേർതിരിക്കുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയാം. അപ്പോൾ എത്രയൊക്കെ ആളുകൾ വികസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും ഇത്തരം ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ട്. അതിൽ വിജ്ഞാനം കുറഞ്ഞ ആളുകളുണ്ട്. ഇനി വിജ്ഞാനം ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഉന്നതിയിലല്ലാത്തത് കൊണ്ട് അത്തരം ടെക്നോളജി യൂസ് ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അപ്പോൾ സമൂഹം ഇന്നും വ്യത്യസ്ത തട്ടുകളിലായി തന്നെ നിലനിർത്താൻ ഇൻഫോർമേഷൻ സൊസൈറ്റിയിലും അതിന്റെ പ്രതിധ്വനി കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഡിജിറ്റൽ ഡിവൈഡ് കൊണ്ടുള്ള ഉദ്ദേശം. നാലാമത്തത് നെറ്റ്വർക്കഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. എല്ലാ കൾച്ചറുകളിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും കടന്നു ചെന്നുകൊണ്ട് പരസ്പരം ഒരു നെറ്റ്വർക്കഡ് ആയിക്കൊണ്ട് എല്ലാ ലോകത്തുള്ള സർവ്വജനങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു എന്നുള്ളൊരു ഫീച്ചർ കൂടി നമുക്ക് ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ കാര്യത്തിൽ കാണാം. അപ്പൊ ആ 4 ഫീച്ചേഴ്സ് ഓർത്ത് വെക്കുക. പിന്നെ വരുന്ന ഒരു 4 എണ്ണം കൂടിയുണ്ട്. അപ്പൊ ആദ്യം ഈ ഒരു 4 എണ്ണം കൃത്യമായിട്ട് പഠിക്കുക. ആക്സസ് ഇൻഫർമേഷൻ, നോളജ് ബേസ്ഡ് എക്കണോമി, ഡിജിറ്റൽ ഡിവൈഡ്, നെറ്റ്വർക്കഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി വരുന്ന ഒരു 4 എണ്ണമാണ് ഓട്ടോമേഷൻ, ഇ കൊമേഴ്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി പ്രോബ്ലം എന്നുള്ളത്. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു സംഗതി സ്വയം ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക് എന്ന് പറയില്ലേ. ഇപ്പോൾ AI മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? കൂടുതൽ ഓട്ടോമേഷൻ ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിന് എല്ലാ കാര്യങ്ങളും മനുഷ്യൻ മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഓട്ടോമേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? വളർന്നിട്ടുണ്ട്. പിന്നെ ഇ കൊമേഴ്സ്, അതിപ്പോൾ ഓൺലൈൻ ബിസിനസിന്റെ കാലമാണ്. പണ്ടൊക്കെ നമ്മൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് സാധനം വാങ്ങിയതിന് പകരം ഇന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫോണിൽ ഫ്ലിപ്കാർട്ട് വഴിയോ ആമസോൺ വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഓൺലൈൻ ബിസിനസ്സിലേക്ക്, വാണിജ്യ രംഗമൊക്കെ ഇ കൊമേഴ്സിലേക്ക് മാറുന്ന ഒരു അവസ്ഥ, അതും ഇൻഫർമേഷൻ സൊസൈറ്റിയിൽ കാണുന്ന ഒരു സവിശേഷതയാണ്. ദെൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, മനുഷ്യന്റെ ഐഡിയകളെ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യന്റെ ചിന്തകൾക്ക് കോപ്പിറൈറ്റും പാറ്റന്റും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ChatGPT എന്ന് പറയുന്ന ഒരു സംഭവം അത് ആരിറക്കിയതാണ്? അത് ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പാറ്റന്റിലാണ് അത് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഗൂഗിൾ മീറ്റ്, അത് ഗൂഗിൾ എന്നുള്ള കമ്പനിയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പാറ്റന്റിലാണ് ആ ഒരു സംഗതി ഉണ്ടാകുക. അതിന്റെ വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഞാനൊരു പേജ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഞാനൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ബ്രാൻഡിന്റെ കോപ്പിറൈറ്റ് എനിക്കായിരിക്കും. അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പുതുതായിട്ട് കൊണ്ടുവന്നാൽ ആ ഐഡിയയുടെ അങ്ങനെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ കോപ്പിറൈറ്റുകൾക്ക് പുറമെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധി, ഒരു മനുഷ്യന്റെ ബുദ്ധി എന്ത് ചെയ്യുന്നു, ആ ഇപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള ആശയം ഇന്ന ആളുടെ പേരിലുള്ള കോപ്പിറൈറ്റ് ആണ്, അയാളുടെ പാറ്റന്റ് ആണെന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായിട്ടുണ്ട്. ദെൻ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ് ഒരു നെഗറ്റീവ് സൈഡാണ്. പലപ്പോഴും ഡിജിറ്റൽ ഗ്രോത്ത് സംഭവിക്കുമ്പോഴും
ആളുകളുടെ ഡാറ്റയ്ക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇപ്പോഴും സൈബർ സെക്യൂരിറ്റി രംഗത്തൊക്കെ നമ്മൾ പിറകിലാണ് എന്നുള്ള ഒരു കാര്യം. ഇനി ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ ഇമ്പാക്റ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ രംഗത്തെ അത് വല്ലാതെ വളർത്തുന്നു. അവിടെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ച, നല്ല രീതിയിൽ നമുക്ക് പരസ്പരം കണക്ട് ചെയ്യാനും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഇന്ററാക്ഷൻസും സാധ്യമായതോട് കൂടിയിട്ട് എത്ര ദൂരത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഒരു സ്വാധീനമാണ്. രണ്ടാമത്തെ സ്വാധീനമാണ് ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് അത്രയാണ് അതിൽ പറയാനുള്ളത്. ഫൈനലി നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി എന്നുള്ളത്. നെറ്റ്വർക്ക് സൊസൈറ്റി എന്ന് വെച്ചാൽ ടെക്നോളജി ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി എന്ന് പറയുക. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്റർനെറ്റ്, മൊബൈൽ ഫോണ്, മറ്റു കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ടും കൊളാബറേഷന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന, പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാമൂഹിക ക്രമം. അത്തരത്തിലുള്ള സമൂഹത്തെയാണ് നമ്മൾ നെറ്റ്വർക്ക് സൊസൈറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനുവൽ കാസ്റ്റൽസ് എന്ന് പറയുന്ന ഒരു സ്കോളർ അദ്ദേഹത്തിന്റെ ദ റൈസ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കൃതിയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അത് ICT എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യരെ എല്ലാം ഒരു നെറ്റ്വർക്ക് സൊസൈറ്റി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ടേം. അപ്പൊ 1990കളിലാണ് ടെക്നോളജി അതിന്റെ വികാസം, പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയ ഒക്കെ കടന്നു വരുന്ന ഒരു സമയത്താണ് ഈ ഒരു ടേം ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. പിന്നെ പിൽക്കാലത്ത് അത് എന്ത് ചെയ്തു, അല്ലാതെ വികസിച്ചു. 2000കളിൽ ഫേസ്ബുക്ക് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് ഈ ഒരു ആശയം അത് നടപ്പിൽ വരികയും ചെയ്തു. പിന്നെ ഫേസ്ബുക്കിന് ശേഷം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വന്നു, വാട്സപ്പ് വന്നു, അങ്ങനെ പല ഡെവലപ്മെന്റ്സും പോപ്പുലർ ഡെവലപ്മെന്റ്സും ഒക്കെ ലോകത്തെ പല രാഷ്ട്രങ്ങളിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ 1990കളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ അന്നത്തെ മീഡിയ സ്കോളേഴ്സിന് സാധിച്ചിരുന്നു എന്നുള്ളതും ഇവിടെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ടെക്നോളജിക്കൽ റെവല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സാങ്കേതിക വിദ്യാ രംഗത്തുണ്ടായിട്ടുള്ള വിപ്ലവം സമൂഹങ്ങളെ വല്ലാതെ മാറ്റിമറിക്കുകയും നെറ്റ്വർക്ക്ഡ് സൊസൈറ്റികളെ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് ഡിജിറ്റൽ കണക്ടിവിറ്റി, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ ആളുകളെ പരസ്പരം അത് കണക്ട് ചെയ്യുന്നു, സാമൂഹികപരമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഷെയറിങ്, പല വ്യത്യസ്തമായ അറിവുകൾ പരസ്പരം കൈമാറാനുള്ള ഒരു അവസരം ലഭ്യമാകുന്നു. പരസ്പരം കോപ്പറേറ്റ് ചെയ്യാനും പല രംഗത്തും, ഇപ്പൊ ടീം വർക്കുകൾക്കൊക്കെ സാധ്യമാകും വിധം കോപ്പറേഷനും കൊളാബറേഷനും അതുപോലെ തന്നെ ക്രിയേഷനും, ഒരുമിച്ച് നിന്നുകൊണ്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടീം വർക്ക് സാധ്യമാക്കുന്ന അവസരങ്ങൾ സംജാതമാകുന്നു. ദെൻ ലോകത്തെ എവിടെയുള്ള ആളുകളെയും അവർക്ക് മൊബിലിറ്റി അവരെ സമാഹരിക്കാൻ പറ്റുന്നു. പേഴ്സണലൈസേഷന് സാധിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുറക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ യൂട്യൂബ് തുറന്നാൽ അതിൽ കാണാം. അതിൽ ആദ്യം കാണുന്ന വീഡിയോകൾ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ എന്റെ റീൽ സജഷനിൽ വരുന്ന റീൽസ് എല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോണിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരും എന്ത് ടേസ്റ്റ് ആണോ ഏറ്റവും കൂടുതൽ പുലർത്തുന്നത്, അവർ ഏത് മേഖലയോടാണോ ഇഷ്ടപ്പെടുന്നത്, അത്തരം കോണ്ടന്റുകളായിരിക്കും ചിലപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച്, അവരുടെ സാമ്പത്തിക നിലക്കനുസരിച്ച്, അവരുടെ മാനസിക താല്പര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മുടെ ഡിവൈസുകൾ നമ്മളോട് പെരുമാറുന്ന ഒരു അവസ്ഥ, അതിനാണ് പേഴ്സണലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൊമേഴ്സ്, അതായത് ഓൺലൈൻ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ. ദെൻ ബിഗ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഡാറ്റകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ അളവിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ കെട്ടുകണക്കിനൊരു ഡാറ്റകൾ ഉണ്ട്, ഇതൊന്ന് വിലയിരുത്തണം, ഇതിന്റെ പെർസെൻറ്റേജ് മറ്റേ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ മാസങ്ങൾ വേണ്ടി വരും. എന്നാൽ ഇന്ന് ജസ്റ്റ് നമ്മളൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയാൽ മൈക്രോസോഫ്റ്റ് എക്സൽ പോലെയുള്ള അതിൽ നിന്നും തുടങ്ങി എത്ര വേണമെങ്കിലും വമ്പൻ ഡാറ്റകൾ വരെ, ബൃഹത്തായ ഡാറ്റകളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് വിത്തിൻ മിനിറ്റുകൾക്കകം നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രൂപത്തിൽ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി വികസിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്, കണക്ടിവിറ്റി വർദ്ധിച്ചിട്ടുണ്ട്, ഇൻഫർമേഷൻ ആക്സസ് കൂടുതലാണ്, കൂടുതൽ എഫിഷ്യന്റ് ആണ്. ഇപ്പോൾ ഹെൽത്ത് കെയർ രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ എഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടുതലാണെന്ന് തുടങ്ങിയിട്ടുള്ള നോർമൽ പോയിന്റ്സ് ആണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഡിസഡ്വാൻറ്റേജസിലേക്ക് പോകുന്ന സമയത്ത് ഐസൊലേഷൻ കൂടുതലാണ്. ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടൽ കൂടുതലാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് സമയം ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്, അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ സമയമില്ല, അതുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ല. എത്ര വേണമെങ്കിലും മൊബൈൽ റീല് കണ്ടിട്ട് ഇരിക്കാൻ പുതിയ തലമുറ തയ്യാറാണ് എന്നുള്ളിടത്ത് അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയിൽ കാണുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്. പിന്നെ സൈബർ ബുള്ളിങ്, ഇപ്പൊ നമുക്കറിയാം വലിയ രൂപത്തിൽ ആളുകളെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ കുറ്റപ്പെടുത്തുന്ന ഇപ്പോൾ സൈബർ ബുള്ളിങ് ഒക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ എതിർ പാർട്ടിയുടെ ആളുകളൊക്കെ ട്രോളുകളിലൂടെ മറ്റ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ വല്ലാതെ ഡീഗ്രേഡ് ചെയ്യുന്ന
അപമാനിക്കുന്ന സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കേസ് കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരിക്കും. കാരണം ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ നിരന്തരം ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരിഹസിക്കാൻ നിന്നാൽ ആ ആള് സൊസൈറ്റിയിൽ വല്ലാതെ എന്ത് ചെയ്യപ്പെടും, അതൊരു പക്ഷെ ശരിയാകാം തെറ്റാകാം എങ്കിലും വലിയ മാനസിക പിരിമുറുക്കത്തിലൂടെ ആ ആളുകൾ കടന്നു പോകേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും ഹരാസ്മെന്റും ഒക്കെ ഇന്ന് വളരെ കൂടുതലാണ്. ദെൻ സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ഇൻഫോർമേഷൻ ഓവർലോഡ്. എല്ലാവർക്കും ചാനൽ തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഇൻഫോർമേഷൻ പലപ്പോഴും ഓവർലോഡ് ആയിട്ട് മാറുന്ന, അതിൽ തന്നെ വ്യാജമേത് സത്യമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കൺഫ്യൂഷനും തെറ്റിദ്ധാരണകളൊക്കെ വളരുന്ന ഒരു അവസ്ഥ. സിമ്പിൾ പോയിന്റ്സ് ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഉള്ള ഒരു ഇമ്പോർട്ടന്റ് വശമാണ് മാസ് മീഡിയയും നെറ്റ്വർക്കഡ് സൊസൈറ്റിയും എന്നുള്ളത്. നെറ്റ്വർക്കഡ് സൊസൈറ്റിയിൽ മാസ് മീഡിയക്ക് വലിയ പങ്കുണ്ട്. കാരണം ഈ ഒരു നെറ്റ്വർക്കഡ് സൊസൈറ്റിയെ രൂപപ്പെടുത്തുന്നത് ശരിക്കും മീഡിയ ടെക്നോളജികളാണ്. കാരണം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമുകൾ തുറന്നു നൽകിയതോട് കൂടിയിട്ട്, ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നതോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് സൊസൈറ്റി കൂടുതൽ സജീവമാവാൻ തുടങ്ങിയത്. അവർക്ക് പരസ്പരം അവരുടെ ആശയങ്ങൾ കൈമാറാനും മറ്റുമൊക്കെയുള്ള ടെലിവിഷൻ, റേഡിയോ, സോഷ്യൽ മീഡിയ ഒക്കെ വഴി അവരുടെ പരസ്പരം അവരുടെ ആശയങ്ങൾ കൈമാറാനുള്ള അവസരം കൊണ്ടുവന്നു. അതിലൂടെ തന്നെ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, നമ്മളൊരു സൊസൈറ്റിയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ഒരു സൊസൈറ്റി ആയിട്ട് മാറാൻ തുടങ്ങി, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വികസിക്കാൻ തുടങ്ങി എന്നുള്ളത്. ദെൻ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കൂടുതൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. കാരണം അവനവന്റെ ജീവിതം മാത്രം നോക്കിപ്പോയിരുന്ന മനുഷ്യരൊക്കെ ഇന്ന് ടിവിയുടെ മുമ്പിലാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഒക്കെ മുമ്പിലാണ്. അവരുടെ മുമ്പിലേക്ക് എത്തുന്ന വാർത്തകൾ പലപ്പോഴും പൊളിറ്റിക്കൽ ആയിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ അവരത് ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ നാട്ടിലെ രാഷ്ട്രീയ ചലനങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കും, അവരതിൽ ഇടപെടാൻ തുടങ്ങും. അങ്ങനെ കേവലം സ്വന്തം നിത്യജീവിതം മാത്രം നോക്കിപ്പോയിരുന്ന മനുഷ്യർ വരെ ഇന്ന് രാഷ്ട്രീയത്തിൽ, അതിൽ പാർട്ടി രാഷ്ട്രീയം എന്നല്ല കൊണ്ടുള്ള അർത്ഥം, ഒരു നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ചലനങ്ങളെ കുറിച്ചും അവരതിനെ മനസ്സിലാക്കുന്നു. അതിലൂടെ ഒരുപാട് ആളുകൾ അത്തരം എൻഗേജ്മെന്റിന് തയ്യാറാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. മാസ് മീഡിയയാണ് യഥാർത്ഥത്തിൽ ഈ നെറ്റ്വർക്ക് സൊസൈറ്റിയുടെ സവിശേഷതകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സിറ്റിസൺ ജേർണലിസം എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതായത് ഈ മൊബൈൽ ഫോണുകളും മറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോട് കൂടിയിട്ട് സാധാരണക്കാർക്കും ഇന്ന് മാധ്യമ പ്രവർത്തകരാകാനായിട്ട് പറ്റുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഞാനൊരു റോട്ടിൽ നിൽക്കുന്നു, ആ റോട്ടിലൊരു ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് സ്പോട്ടിൽ എന്ത് ചെയ്യാം, എന്റെ ഫേസ്ബുക്ക് ഓൺ ആക്കിക്കൊണ്ട് ലൈവ് ചെയ്യാം. ഫേസ്ബുക്ക് ലൈവ് ചെയ്യാം, എന്നിട്ട് പറയാം ഈ നാട്ടിലൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ഇന്ന ആള് അധിക്ഷേപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ലോകത്തെ മൊത്തം ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിക്കാനായിട്ട് പറ്റും. അത് ലോകത്തെ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മാധ്യമ പ്രവർത്തകനാണോ? അല്ല. ഞാൻ ഒരു ചാനലിന്റെയും അംഗമല്ല, ഞാൻ കേവലം ഒരു പൗരൻ മാത്രമാണ്. പക്ഷെ ആ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന പണി എനിക്കും ചില സമയത്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പൊതുജനങ്ങൾ വരെ ജേർണലിസം ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം നെറ്റ്വർക്ക് സൊസൈറ്റിയിൽ കാണാം. അതിനെയാണ് സിറ്റിസൺ ജേർണലിസം എന്ന് പറയുക. ആ ടേം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ ആ പോയിന്റ് മറക്കാതെ സൂക്ഷിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ICTയുടെ ഫുൾ ഫോം ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഗ്ലോബൽ വില്ലേജിന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, നെറ്റ്വർക്ക് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇനി അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ചോദിച്ചേക്കാം. സിമ്പിൾ ചാപ്റ്റർ ആണ്. അതായത് മാസ് മീഡിയയുടെ ലോകം മൊത്തം ഒന്നിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു ആറ്റിക്കുറുക്കിയിട്ട് നമുക്ക് പറയാനുള്ള ഒരു വിഷയം. ക്ലിയർ ആണോ? ഈ ഡെഫിനിഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ബുക്കിലുള്ളത് പോലെ തന്നെ എഴുതണം എന്നില്ലല്ലോ, നമ്മുടേതായ രീതിയിൽ എഴുതിക്കൂടെ? ആശയങ്ങൾ മനസ്സിലാക്കിയാലും നമ്മളെ ഇതൊന്നും ആരും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ. ഇല്ല. അപ്പൊ റൈറ്റ് എ ഡെഫിനിഷൻ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതാ മറ്റേ സ്കോളേഴ്സ് കൊടുത്ത ഡെഫിനിഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങനെ എഴുതേണ്ടി വരും. ഈ ചാപ്റ്ററിലൊന്നും അങ്ങനെ വരുന്നില്ല. നിങ്ങളുടെ ആശയത്തിൽ എഴുതാവുന്നതാണ്. പക്ഷെ ഏറ്റവും ബെറ്റർ ആ ഒരു സെന്റൻസ് എഴുതുന്നതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ പരമാവധി ഇത് റിവൈസ് ചെയ്ത് വായിക്കുക സമയത്തിനനുസരിച്ചിട്ട്. ഇപ്പോ അതേ വാക്ക് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കാര്യം മനസ്സിലായല്ലോ, എഴുതാമല്ലോ എന്ന് വിചാരിക്കും. നമ്മൾ പ്രിപ്പയർ ആവാതെ ആകും പോവുക. പക്ഷെ എഴുതാൻ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമുക്ക് ആ വാക്ക് അങ്ങോട്ട് കിട്ടൂല, അല്ലെങ്കിൽ എഴുതി പോയാൽ ചില സംഗതികൾ മിസ്സാവും. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡെഫിനിഷൻ എഴുതേണ്ട ഒരു അവസരം വന്നു. അതിൽ നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ബ്രോഡ് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത്. അത് ഒരുപാട് ആളുകളുണ്ട്. ദെൻ ടെക്നോളജിക്കലി ഡ്രിവൺ ആണ്. അതിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ആശയവിനിമയത്തിന്റെ ഒരു തരമാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ കാര്യമൊക്കെ പഠിച്ചു പോയിട്ടുണ്ടാകും. ഒരു കൃത്യമായ ഡെഫിനിഷൻ സെന്റൻസ് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ആലോചിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉള്ള സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ്റ്റഡ് ആയിട്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ബ്രോഡ് ഓഡിയൻസ് എന്നുള്ള പോയിന്റ് മിസ്സാവും, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ടെക്നോളജി ഡ്രിവൺ എന്നുള്ള പോയിന്റ് ചിലപ്പോൾ മിസ്സാവും. ബാക്കി എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു പക്ഷേ എഴുതാൻ
പറ്റാത്തൊരവസ്ഥ ചിലരുടെ കാര്യത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ചെയ്യാന്നേ ഇപ്പൊ അതിൽ പറയാൻ പറ്റുള്ളൂ. പരമാവധി ഇതിലുള്ളത് പഠിക്കാൻ ശ്രമിക്കുക. എന്താ ചുരുങ്ങിയത് കാര്യമെങ്കിലും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. അപ്പോ തേർഡ് ബ്ലോക്ക് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറാണ് ഉള്ളത്. 3/4 മണിക്കൂർ കൊണ്ട് നമുക്കിനി ഫോർത്ത് ബ്ലോക്ക് പരമാവധി മുന്നോട്ട് പോകണം. അപ്പൊ ഇനി ഡൗട്ടൊന്നും ഇല്ലല്ലോ? എല്ലാം ക്ലിയർ ആയിട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഫോർത്ത് ബ്ലോക്കിലേക്ക് കടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഫോർത്ത് ബ്ലോക്ക് ആയിട്ടുള്ള തിയറീസിനെ കുറിച്ചാണ്. ഇവിടെ പിക്ചർ റെപ്രസെന്റേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ PPT അല്ല, നമ്മുടെ നോട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ ഇത് തന്നെയാണ് ഇപ്പോൾ വായിച്ചു നോക്കിയാൽ ഈ ബ്ലോക്ക് അങ്ങനെ തന്നെയാണ് പഠിക്കാൻ പറ്റും. ഓക്കെ, മീഡിയ തിയറീസ്. ഈ ഒരു ആശയവിനിമയം എന്ന് പറയുന്ന ഒരു വിശാലമായ മേഖലയെ കുറിച്ച് ഒരുപാട് ടെക്നോളജികൾ ഉള്ള ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് എന്തുണ്ട്, ഒരുപാട് സിദ്ധാന്തങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഒരു സത്യം പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ അവസ്ഥകൾ ഇങ്ങനെയും എല്ലാം ആയതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിരന്തരമായിട്ട് ഒരാൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ ആൾക്കത് മടുക്കും. അതൊരു സിദ്ധാന്തമാണ്. കാരണം ഒരാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സിദ്ധാന്തമാണ്. അപ്പൊ നമ്മൾ മാർക്സിയൻ തിയറി എന്ന് പറയും, മാർക്സിന്റെ സിദ്ധാന്തം. മാർക്സ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലോകത്തുള്ളത് 2 വിഭാഗങ്ങളാണ്. അതൊന്ന് ബൂർഷ്വാസികളും രണ്ടാമത്തെ തൊഴിലാളികളുമാണ്. അപ്പോൾ ഈ ബൂർഷ്വാസികൾ എന്ത് ചെയ്യുന്നു? തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതാണ് ലോകത്തുള്ള സർവ്വ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് ആര് സിദ്ധാന്തിച്ചു? മാർക്സ് സിദ്ധാന്തിച്ചു. അപ്പൊ അതിനാണ് അവിടെ മാർക്സിയൻ തിയറി എന്ന് പറയാം. അപ്പോൾ ഒരു സാമൂഹിക അവസ്ഥയെ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുന്നതിനാണ് തിയറി എന്ന് പറയാം. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ കാര്യത്തിൽ, മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ എന്തുണ്ട്? ഒരുപാട് തിയറികൾ, മനഃശാസ്ത്രപരമായ സാമൂഹികപരമായിട്ടുള്ള അതുപോലെ തന്നെ മീഡിയയുടെ എഫക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ധാരാളം തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ തിയറീസ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പൊ തിയറീസ് ഓഫ് മീഡിയ എഫക്റ്റ് എന്ന് പറയുമ്പോഴാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ. ഇവിടെ ചെയ്യേണ്ടത് ഒരു ഉദാഹരണം മനസ്സിൽ കാണുക, ആ ഉദാഹരണവും ആ പേരും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക. സുഖമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ പറ്റും. പിന്നെ ഈ പാഠം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അത് കൊണ്ടുവന്ന സ്കോളറുടെ പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സജസ്റ്റ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും, അവരുടെ പേരുകൾ പഠിക്കുക എന്നുള്ളതാണ് പിന്നെ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടുത്ത സ്റ്റെപ്പ്. ചുരുങ്ങിയത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് സംഗതി എന്നെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഈ ഒരു തിയറിയുടെ ഭാഗത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന തിയറി ചോദിക്കും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 4 യൂണിറ്റ് ആണുള്ളത്. ഈ 4 യൂണിറ്റിൽ നിന്ന് ഏകദേശം ഒരു 10-15ഓളം തിയറികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നതേ വരൂ എന്ന് പറയാൻ നമുക്ക് പരിമിതിയുണ്ട്. അപ്പൊ ഈ 15ഉം ഒരു മിനിമം രൂപത്തിൽ മനസ്സിലാക്കുക. കുറെയൊക്കെ പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അനായാസം നമുക്ക് ആ ഒരു തിയറി തന്നെ മനസ്സിലാകും. പിന്നെ അതിന് നല്ല ഭാഷയിൽ എഴുതിയാൽ മതി. ഒരിക്കലും ആ തിയറികളൊന്നും എനിക്കറിയില്ല, വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. നിസ്സാര കാര്യങ്ങളാണ്. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ മനസ്സിലാകും. അപ്പോൾ ആദ്യം പഠിക്കാനുള്ളത് മീഡിയ എഫക്റ്റ് തിയറികളാണ്. മീഡിയ എഫക്റ്റ് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ എഫക്റ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പൊതുജനങ്ങളെ മീഡിയ സ്വാധീനിക്കുന്നത്, അതുമായി ബന്ധപ്പെടുന്ന മീഡിയ എഫക്റ്റ്, അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. ഒരു 5 എണ്ണം എന്തുണ്ട് നമുക്ക് സിലബസിൽ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ സിലബസിന്റെ PDF അയച്ചിട്ട് വായിച്ചവരുണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഇതല്ലാത്ത തിയറികളും കണ്ടേക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി വിശാലമായിട്ടുണ്ട്. പക്ഷേ ഈ 5 എണ്ണം നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തതാണ് നാർക്കോസിസ് എന്നുള്ളത്. ഇത് വായിക്കാൻ നിൽക്കുന്നില്ല, നേരെ കാര്യം പറയാം. നാർക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നാർക്കോട്ടിക് എന്നൊക്കെ പറഞ്ഞാൽ എന്ത്? ലഹരി, അബോധാവസ്ഥ അല്ലെങ്കിൽ ആലസ്യം, അതിനൊക്കെയാണ് നമ്മൾ നാർക്കോട്ടിക് എന്ന് പറയാം. അതായത് ഒരു കാര്യത്തോട് നമ്മൾ പ്രതികരിക്കാതിരിക്കുക, നമ്മൾക്കത് ഒരു സ്വാഭാവികതയായിട്ട് മാറുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ആ അലിഞ്ഞില്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ നാർക്കോട്ടിക് എന്ന് പറയാറുള്ളത്. അല്ലെങ്കിൽ ഒരു സാധനത്തോട് പ്രതികരണ ശേഷി നഷ്ടപ്പെടുക. ലഹരി ബാധിച്ച ആൾക്ക് എന്താണ് സംഭവിക്കുക? അയാൾ ബോധം കിട്ടിങ്ങനെ കിടക്കും, ഒന്നും തിരിച്ച് പ്രതികരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ മീഡിയയിലും ഈ ഒരു കാര്യം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്ന ഒരു ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ, ഒരു സിനിമാ നടൻ, ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് മോഹൻലാലിനെ എടുക്കാം, അല്ലെങ്കിൽ മമ്മൂട്ടിനെ എടുക്കാം. അപ്പോൾ മോഹൻലാൽ എന്ത് ചെയ്യുന്നു? നാളെ എൻ്റെ അയൽപ്പക്കത്തുള്ള വീട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവിടെ താമസമാക്കാൻ വരികയാണെന്ന വാർത്ത നിങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് മോഹൻലാൽ താമസിക്കാൻ വരുന്നു, ഭയങ്കര ത്രില്ലിലായിരിക്കും നിങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടെ അന്നത്തെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് മോഹൻലാൽ വരും. നമ്മളൊക്കെ ഇങ്ങനെ മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കും, ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോകും.
അങ്ങനെ ഭയങ്കര ത്രില്ലിലായിരിക്കും നമ്മൾ ഉണ്ടാകുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും അദ്ദേഹത്തെ ഇങ്ങനെ മുറ്റത്ത് കാണാൻ തുടങ്ങും. നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പത്രം വായിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരാഴ്ച ഒരു പൊലിവുണ്ടാവും. 2 ആഴ്ച കഴിഞ്ഞാൽ അത് ഇങ്ങനെ കുറയും. 1 മാസം കഴിഞ്ഞാൽ മോഹൻലാൽ വന്നാൽ എന്ത് പോയാൽ എന്ത്, കാരണം ആ ആള് നമ്മുടെ അയൽവാസിയായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് മനുഷ്യന്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്. ഇതേ അവസ്ഥ മാധ്യമങ്ങളുടെ വിഷയത്തിലും കാണാൻ കഴിയും എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതേ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മോഹൻലാൽ എന്നൊന്നും പറയേണ്ട, ഒരു ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ മതി. ആൻസർ എഴുതുമ്പോൾ കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോ ഇനി നമ്മൾ മാസ് മീഡിയയുടെ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ നിരന്തരം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന ആളുകളാണ്, വാർത്തകൾ കാണുന്ന ആളുകളാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള കോണ്ടന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പൊലിവായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏതോ ഒരു പ്രമുഖപ്പെട്ട ഒരാള് മരണപ്പെട്ടു, ഒരു മരണ വാർത്ത കേൾക്കുകയാണ്. അപ്പോൾ ആ മരണ വാർത്ത കേൾക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്തുണ്ടാവും, ഭയങ്കരമായ ഒരു ഞെട്ടലുണ്ടാകും. നിരന്തരം നമ്മൾ ആ വാർത്തകൾ ഇങ്ങനെ നോക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ അപ്പുറത്തെ ദിവസമൊക്കെ അതിന്റെ അപ്ഡേഷൻ വരുന്ന സമയത്ത് അത് ഇന്നലെ മരിച്ച ആളുടെ അപ്ഡേഷൻ എന്ന രീതിയിൽ നമ്മളത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടും. അപ്പോൾ അത്രയാണ് മനുഷ്യന്റെ ഒരു മീഡിയ കോണ്ടന്റിനോട്. ആദ്യം നമുക്ക് ഭയങ്കര ത്രില്ല് ഉണ്ടായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് ചോർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് നാർക്കോസിസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു ഫിനോമിനെ, ഈ ഒരു പ്രതിഭാസത്തെ പോൾ എഫ് ലേസർസ്ഫെൽഡും അതുപോലെ തന്നെ റോബർട്ട് കെ മേർട്ടൺ, ഈ 2 സ്കോളേഴ്സ് ആണ്. പഠിക്കാൻ സാധിക്കുന്നവരൊക്കെ പഠിക്കുക. പോൾ എഫ് ലേസർസ്ഫെൽഡ് അതുപോലെ തന്നെ റോബർട്ട് കെ മേർട്ടൺ, ഈ 2 സ്കോളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ നാർക്കോടൈസിംഗ് ഡിസ്ഫങ്ഷൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. 1946 അവർ പുറത്തിറക്കിയ മാസ് കമ്മ്യൂണിക്കേഷൻ, പോപ്പുലർ ടേസ്റ്റ് ആൻഡ് ഓർഗനൈസ്ഡ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു വർക്കിലാണ് അവർ ഈ സംഗതി പറയുന്നത്. അതായത് ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടന്റുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് മടുപ്പ് വരും. പിന്നെ അവർ അതിനോട് പ്രതികരിക്കാതെ ആകുമെന്ന് പറയുന്ന ഒരു അവസ്ഥ. അവരൊരു നാർക്കോട്ടിക്കിനെ പോലെ പെരുമാറും എന്നുള്ള, ഒരു ലഹരി ബാധിച്ച ആളെ പോലെ അവർ ഇനാക്റ്റീവ് ആയിട്ട് മാറും. അവർക്ക് ആലസ്യം കടന്നു വരും. ആ വാർത്തയോട് അവരെന്തെങ്കിലും കേവലം കേൾവിക്കാർ മാത്രമാകും, അതിനോട് പ്രതികരിക്കാത്ത മനുഷ്യരായിട്ട് മാറും എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ഗെറ്റ്സ് സാറ്റിസ്ഫൈഡ് ഇൻ നോയിങ് ഇഷ്യൂസ് അവർ ഡിസിഷൻ മേക്കിംഗ് ഓർ എനി ആക്ഷൻ. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നു. അപ്പോ ആക്സിഡന്റ് ഉണ്ടാവൽ സ്വാഭാവികമാണല്ലോ. അങ്ങനെ ആ ഒരു ഞെട്ടൽ കുറഞ്ഞു വരുന്നു. അവിടെ പോയിട്ട് ആ ആളെ രക്ഷിക്കണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ അവിടെ നാർക്കോട്ടിക് ആയിട്ട് മാറുകയാണ്, ലാലസ്യം ബാധിച്ച മനുഷ്യനായിട്ട് മാറുകയാണ്. കാരണം പണ്ടൊക്കെ സ്വന്തം കൺമുമ്പിൽ ഒരു ആക്സിഡന്റ് നടക്കുമ്പോഴാണ് ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇടപെടുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായതുകൊണ്ട് ലോകത്ത് നടക്കുന്ന സർവ്വ ആക്സിഡന്റും നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ വാർത്തകൾ നമ്മൾ എത്തുന്നത് കൊണ്ട് തന്നെ ആ കാര്യം നമുക്ക് നോർമലായി മാറി, നമ്മൾ നാർക്കോട്ടിക്കായി പോയി എന്നുള്ളതാണ് അവിടെ പറയാനുള്ള ഒരു വിഷയം. പിന്നെയുള്ള ഒരു കാര്യമാണ് മീഡിയ ഫാറ്റീഗ് എന്നുള്ളത്. ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോധാവസ്ഥ, നമ്മൾ ബോധം കെട്ട് വീഴുന്നതിനൊക്കെ ഫാറ്റീഗ് എന്നാണ് പറയുക. മീഡിയ ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ടയേർഡ്നെസ് ആണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു തളർച്ചയാണ്. ആ തളർച്ച എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ഇൻഫോർമേഷൻ നിരന്തരമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ കോണ്ടന്റുകൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, നവമാധ്യമങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആളുകൾ എന്താകും, മാനസികമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറെ ഒരു കാഴ്ചക്കാരായിട്ട് നമ്മൾ ചുരുങ്ങും. പലപ്പോഴും നമുക്കത് സ്ട്രെസ്സിലേക്ക് എത്തും, ഇമോഷണൽ ഇംബാലൻസ് വരും, ചിലപ്പോൾ സെൻസറി ഓവർലോഡ് വരും. അപ്പോൾ നിരന്തരം ഇങ്ങനെ ഒരു വയലൻസ് സിനിമകൾ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആകെ ഡൗൺ ആയി പോകും. പിന്നെ ലൈഫ് മൊത്തം അങ്ങനെയാണെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആൾ മാറും. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിനെയാണ് മീഡിയ ഫാറ്റീഗ് എന്ന് പറയാ. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം മീഡിയ ഫാറ്റീഗ്. അപ്പൊ കേൾക്കുമ്പോൾ ഇതിങ്ങനെ എന്താണെന്ന് അറിയാതെ നിൽക്കരുത്. ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോധാവസ്ഥ, മാധ്യമ അബോധാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള തളർച്ചയാണ്. നിരന്തരമായിട്ട് ഇൻഫോർമേഷൻ ഓവർലോഡ് ആകുന്ന സമയത്ത് മനുഷ്യനുണ്ടാകുന്ന ഒരു തളർച്ച, പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. അതാണ് നാർക്കോസിസ് എന്നുള്ളത്. ഈ തിയറി ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ മാധ്യമം എന്ന് ഉദ്ദേശിക്കുന്നത് വെറും ന്യൂസ് മാധ്യമങ്ങൾ മാത്രല്ലല്ലോ, നമുക്ക് ഇതിൽ ഇപ്പൊ ഗെയിമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞൂടെ? ഒക്കെ പറയാൻ പറ്റും. മീഡിയ എന്ന് പറയുമ്പോൾ ഗെയിംസും പെടും. നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞതിൽ മീഡിയ ഓഡിയൻസിൽ വീഡിയോ ഗെയിം കളിക്കുന്നവരും മീഡിയ ഓഡിയൻസ് ആണ്. എല്ലാ മാധ്യമങ്ങളും അതിൽ ഉൾപ്പെടും. ഉദാഹരണം വെച്ച് പറഞ്ഞെന്ന് മാത്രമേ. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാൻ നോട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ കറക്റ്റ് സെന്റൻസ് കിട്ടും. അപ്പോൾ ഈ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അടുത്ത തിയറിയാണ് കാതർസിസ് എന്നുള്ളത്. കാതർസിസ് എന്ന് പറയുന്ന ഒരു തിയറി. ഇതൊക്കെ മലയാളത്തിൽ തന്നെയാണ് എഴുതേണ്ടത്. മലയാളം എഴുതുന്നവർ ശ്രദ്ധിക്കുക. ഈ ടൈമിൽ വേറെ മലയാളം ഒന്നും തരാൻ നിൽക്കണ്ട, നേരെ തിയറിയുടെ പേര് തന്നെ എഴുതിയാൽ മതി. കാതർസിസ് സിദ്ധാന്തം എന്ന്
എഴുതിയാൽ മതി. നാർക്കോസിസ് സിദ്ധാന്തം എന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോ ഇതെന്താന്ന് സംഭവം ചോദിച്ചാലേ, ഇത് ചിലപ്പോ ഈ തിയറീസ് തമ്മിൽ പരസ്പരം അത് കണക്ഷൻ നമ്മൾ ഉണ്ടാവേ. പേര് എഴുതുന്ന സമയത്ത് മലയാളത്തിൽ തന്നെ എഴുതണമെന്നുണ്ട്, ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് എഴുതാതെ. മലയാളത്തിൽ ഇതൊക്കെ എഴുതുന്ന ആള് കാതർസിസ് എന്ന് എഴുതുമ്പോ CATH എന്ന് എഴുതണോ, അല്ല കാതാന്ന് മലയാളത്തിൽ എഴുതണോ? അത് എങ്ങനെയും എഴുതാം, മലയാളത്തിൽ എഴുതുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ബ്രാക്കറ്റ് ഇടലാണ് അതിന്റെ ഏറ്റവും നല്ല രൂപം. നിങ്ങൾ ലാസ്റ്റത്തെ 5 മിനിറ്റിൽ പെട്ടെന്ന് ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ബ്രാക്കറ്റ് ഇടാനും സമയമില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, അതായത് വായിക്കുന്ന ആൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നിയതാണോ അത് എഴുതലായിരിക്കും ബെറ്റർ. സാധാരണ നമ്മൾ പറയാറ് മലയാളത്തിൽ എഴുതുമ്പോൾ എല്ലാ ടേമും മലയാളത്തിൽ അത് സൂചിപ്പിക്കണം, ശേഷം അതിനെ ഒന്നുകിൽ അതിന്റെ തർജ്ജമ എഴുതണം, അല്ലെങ്കിൽ അതിന്റെ ഇപ്പം മംഗ്ലീഷിലാക്കി എഴുതുന്നത് പോലെ അങ്ങനെ എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റ് ഇടലാണ് അതിന്റെ രീതി. സമയത്തിനനുസരിച്ച് ചെയ്താൽ മതി. കാത്തർസിസ് ഇങ്ങനത്തെ ടേംസ് ഒക്കെ ഇംഗ്ലീഷിൽ എഴുതിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും വരില്ല, നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് അവര് നോക്കുന്നുണ്ടാവാം. അപ്പോ ഈ സിദ്ധാന്തം എന്താന്ന് വെച്ചാലേ, ഇതൊരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സിദ്ധാന്തമാണ് കാതർസിസ് എന്നുള്ളത്. ശരിക്കും ഇപ്പൊ തന്നെ മനസ്സിലാക്കുക, ഈ തിയറി റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ലോകത്ത് ഇന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾ ഈ തിയറി അംഗീകരിക്കുന്നില്ല. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിരന്തരം യുദ്ധ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ യുദ്ധത്തെ കുറിച്ചിട്ട് യാതൊരു പേടിയും ഉണ്ടാകൂല എന്നുള്ളതാണ് പിന്നെ അവർ ഇതിൽ പറയുന്ന ഒരു തിയറി. മനുഷ്യന്റെ ഇമോഷണൽ റിലീസ്, ഇപ്പൊ നമ്മൾ ഒരു ഓവർഫ്ലോ കാണുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു നമ്മുടെ പൈപ്പിന്റെ വാൾവ് തുറക്കൂലേ, ആ വാൾവ് പോലെയാണ് ഇത്തരത്തിലുള്ള മീഡിയ കോണ്ടന്റുകൾ എന്നുള്ളത്. നിരന്തരം ട്രാജിക് ഫിലിമുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് എന്തുണ്ടാകൂല, ഉത്കണ്ഠ, പേടി, ഫിയർ അതൊന്നും ഉണ്ടാകൂല എന്ന് പറയുന്ന ഒരു വാൾവായിട്ട് ഇത്തരം സിനിമകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാതർസിസ് സിദ്ധാന്തം പറയുന്നത്. ഇതിന് ഒരു ആദ്യകാല വേർഷൻ പോയറ്റിക്സ് എന്നുള്ള ഗ്രന്ഥത്തിൽ അരിസ്റ്റോട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരു മാർക്കിന് ഇപ്പോ ഇന്നലൊക്കെ പലരും ഇങ്ങനെ ആശങ്ക പറഞ്ഞിരുന്നു, ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കണ്ടേ, അതിന് 1 മാർക്കിനൊക്കെ ചോദ്യം വരൂലേ എന്നുള്ളത്. ഇതുവരെ ഞാൻ കണ്ടതിൽ കുറച്ചൊന്ന് ഉള്ളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആകെ ഇതാണ്, അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് എന്നുള്ള പുസ്തകം ആരുടെയാണെന്നുള്ളത്. അതൊരു സെന്റൻസ് അതിനെ കുറിച്ച് പറയുന്നുള്ളൂ, വളരെ അപൂർവമായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പോയറ്റിക്സ് എന്ന് കണ്ടാൽ അരിസ്റ്റോട്ടിലാണ്. ഓർത്ത് വെക്കുക, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഈ വർഷം 1 മാർക്കിന് ചോദിച്ചാൽ ഈസി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയെ കുറിച്ച് അരിസ്റ്റോട്ടിൽ ഒരു പ്രാഥമികമായിട്ടുള്ള സംഗതികൾ നടത്തിയേക്കും. പിന്നീട് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന, അതായത് സൈക്കോളജിക്ക് വലിയ അർത്ഥത്തിൽ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ സൈക്കോ അനലിറ്റിക് ടെക്നിക്കുകൾ, അതായത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ പറയുന്ന കൂട്ടത്തിൽ ഈ ഒരു വയലന്റ് സിനിമകൾ കാണുക എന്നുള്ളത്, ട്രാജിക് സിനിമകൾ, ഹൊറർ സിനിമകൾ കാണുക എന്നുള്ളത് ഒരു തെറാപ്പിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മൾ ഒരാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നെങ്കിൽ അത് തെറാപ്പിക്ക് വിധേയമാക്കുമല്ലോ, അത് നല്ലൊരു തെറാപ്പിയാണ് ഇത്തരത്തിലുള്ള സിനിമ കാണൽ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അതായത് എപ്പോഴും ഇങ്ങനെ ദേഷ്യം, ഉത്കണ്ഠ അത്തരം സംഗതികൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സേഫ്റ്റി വാൾവ് പോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പല സിനിമകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹിച്ച്കോക്ക്, വെർഹോവൻ, അതൊക്കെ പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ചില ഗെയിം പ്രൊഡ്യൂസിങ് കമ്പനികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഐഡിയ പറഞ്ഞുകൊണ്ടാണ് അവരുടെ കണ്ടന്റുകൾ നിരന്തരം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1960-കളിലെ ചില സയന്റിഫിക് സ്റ്റഡീസ് ഈ ഒരു തിയറിയെ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ട്. ഈ തിയറി അത്ര കണ്ട് ശരിയല്ല എന്നാണ് പറയുന്നത്. കാരണം നിരന്തരം ഹൊറർ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കാണുന്നവരൊക്കെ പ്രേതമായിട്ട് തോന്നുകയാണ് ചെയ്യാം. ഈ തിയറി പ്രകാരം കണ്ടാൽ ആ പേടി അങ്ങോട്ട് പോകുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിരന്തരം യുദ്ധ കണ്ടന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കത്തിക്കുത്ത് കാണുമ്പോഴത്തേനും അത് യുദ്ധമായിട്ട് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഒരു തീവ്രവാദ കണ്ടന്റുകൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ ആ ഒരു രൂപത്തിലൂടെ ജസ്റ്റ് കടന്നു പോയി കഴിഞ്ഞാൽ അവരൊക്കെ തീവ്രവാദികളാണെന്നുള്ള പിക്ചർ നമുക്ക് വരും. അതാണ് ശരിക്കും ലോകത്ത് സംഭവിക്കുന്നത്. എന്നാൽ ഈ തിയറി യഥാർത്ഥത്തിൽ എന്തല്ല, അങ്ങനെ വന്നിട്ടുള്ള ഒരു തിയറി അല്ല. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു തിയറിയാണ് റെയിൻഫോഴ്സ്മെന്റ് സിദ്ധാന്തം എന്നുള്ളത്. റെയിൻഫോഴ്സ്മെന്റ് സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കാണുക, അതാണ് റെയിൻഫോഴ്സ്മെന്റ്. റെയിൻഫോഴ്സ്മെന്റ് മീൻസ് ഒരു സാധനത്തെ എന്താ പറയാ, ഊട്ടി ഉറപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് അല്ലെങ്കിൽ ശക്തി എന്നൊക്കെയാണ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി ഉറപ്പിക്കുക, ഒന്നും കൂടി പവർ കൊടുക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കൊരു വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കാം, ഞാനിപ്പോ ഒരു ടീമിന്റെ ഫാനാണ്. ഇപ്പോ ഞാൻ ഒരു ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന്റെ ഫാനാണ് എന്നുണ്ടെങ്കിൽ, ബാഴ്സലോണ ജയിക്കുന്ന ദിവസമൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ വാർത്താക്കാളി ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും, മാച്ച് കണ്ടിട്ടുണ്ടായിരിക്കും, ഫുൾ മാച്ചും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ മാച്ചിനെ കുറിച്ചിട്ടുള്ള റിസൾട്ട് വരുമല്ലോ, ഒരു ഇന്ത്യ പാക് മാച്ചിന് ശേഷം ഇന്ത്യ ജയിച്ചു,
ആ റിപ്പോർട്ടുകൾ ഇങ്ങനെ കാണുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കളി കഴിഞ്ഞിട്ടുണ്ടാകും, നമുക്ക് അറിയാത്ത കാര്യം ഒന്നാവില്ല, എങ്കിലും ആ ന്യൂസ് പിന്നാലെ വെച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഒരു ഉൾപ്പുള്ളകം നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ ഒരു അവസ്ഥയാണ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ആ ടീം തോറ്റാലോ വേഗം പോയി കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പൊ പിന്നെ ബാക്കി തന്നെ റിപ്പോർട്ട് കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാകൂല, അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് നമ്മൾ വായിക്കൂല. അത് എന്തുകൊണ്ടാണ് മനുഷ്യർ ചെയ്യുന്നത്? അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും കേൾക്കാൻ മനുഷ്യനൊരു തോന്നലുണ്ട്. ആ തോന്നൽ മാധ്യമങ്ങളുടെ വിഷയത്തിലും ഉണ്ട്. അതൊരു സിദ്ധാന്തമായിട്ട് മാറിയതാണ് റീഎൻഫോഴ്സ്മെന്റ് എന്നുള്ളത്. അപ്പോൾ പരസ്പരം ഇത് കൺഫ്യൂസ് പോകരുത്. ആ ടേം പഠിക്കുക, ഒരു ഉദാഹരണം പഠിക്കുക. അപ്പോൾ റീഎൻഫോഴ്സ്മെന്റ് സിദ്ധാന്തം എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ്സ് ദാറ്റ് മാസ് മീഡിയ മെയിൻലി സ്ട്രെങ്തൻസ് എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്സ്. അപ്പോൾ നിലവിലുള്ള വിശ്വാസങ്ങളെ, നിലവിലുള്ള മനോഭാവങ്ങളെ ഊട്ടി ഉറപ്പിക്കാനാണ് ആളുകൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്, മാറ്റാനല്ല. അപ്പൊ നമ്മളിങ്ങനെ പറയും മാധ്യമങ്ങൾ വന്നതോട് കൂടിയിട്ട് ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി, അതായത് മനുഷ്യന്റെ ചിന്താഗതിയൊക്കെ മാറി എന്നൊക്കെ പറയുന്നത് ഒരു അർത്ഥത്തിൽ ശരിയാണ് എന്നുണ്ടെങ്കിലും മിക്ക ആളുകളും പലപ്പോഴും ശ്രമിക്കാറുള്ളത് ഇപ്പോൾ മതപരമായ കാര്യങ്ങളിലാകാം, രാഷ്ട്രീയ കാര്യങ്ങളിലാകാം, സ്വന്തം പാർട്ടിയുടെ അല്ലെങ്കിൽ സ്വന്തം മതത്തിന്റെ, സ്വന്തം വിഭാഗത്തിന്റെ അനുകൂലമായ വാർത്തകൾ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അതല്ലാത്ത തമ്മിൽ കാണുമ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്യും. നമുക്ക് അനുയോജ്യമായത് കാണുമ്പോൾ നമ്മളത് പുളകം കൊള്ളുകയും ചെയ്യും. അപ്പോൾ അത് മനുഷ്യരുടെ സ്വാഭാവികമായിട്ടൊരു മീഡിയ എഫക്റ്റ് ആണ്. അത്രേ ഉള്ളൂ. റീഎൻഫോഴ്സ്മെന്റ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ള കണ്ടന്റുകൾ വരാൻ ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. ജോസഫ് ക്ലാപ്പർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫെമിനിസ്റ്റിക് സിദ്ധാന്തം എന്ന് പറയുന്ന തിയറി ഉണ്ട് 1960-കളിൽ. അവരാണ് പറയുന്ന ഉണ്ടായിരുന്നു, മീഡിയ റയർലി കോസസ് ഡയറക്ട് ചേഞ്ച് ബട്ട് മെയിൻലി റീഎൻഫോഴ്സസ് എക്സിസ്റ്റിംഗ് വാല്യൂസ്. അപ്പൊ ജോസഫ് ക്ലാപ്പർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നില്ല ശരിക്കും, പക്ഷെ മറിച്ച് എന്താണോ നിലവിലുള്ളത് അതിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്, മാറ്റങ്ങൾക്ക് വിധേയപ്പെടാനല്ല എന്ന് ഫിനോമിനിസ്റ്റിക് തിയറിയിൽ ജോസഫ് ക്ലാപ്പർ പറയുന്നുണ്ട്. അപ്പോൾ ആ പേര് പഠിക്കാൻ എളുപ്പമാണ്. ക്ലാപ്പ് എന്ന് പറയില്ല, കൈയടിക്കുന്നതിന് CLAP അല്ല KLA ആണെന്നുള്ളൂ. അപ്പൊ അങ്ങനൊക്കെ ക്ലാപ്പർ കൈയടിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു കൈയടിക്കലാണല്ലോ, ഇഷ്ടമുള്ളത് മാത്രം കൈയടിച്ചു അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് വെച്ചിട്ട് ഈ സംഗതികൾ പഠിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നാലാമത്തതാണ് മീഡിയ ബുള്ളറ്റ് തിയറി എന്ന് പറഞ്ഞാൽ. അപ്പോ ഇതിൽ പഠിക്കേണ്ട ഒരു കോഡ്, ബുള്ളറ്റ് കൊണ്ട് ഉദ്ദേശം അല്ലെങ്കിൽ കൊണ്ട് പറയുന്നത് ഒരു ഫേക്ക് മെസ്സേജിനെയാണ്. ഫേക്ക് മെസ്സേജ് കൊണ്ട് ഒരാളെ വെടിവെച്ചിടുന്നതിനെയാണ് മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയാം. അതായത് പല വൈറൽ മെസ്സേജുകളും പലപ്പോഴും ഫേക്ക് ആയിട്ടാണ് ഉണ്ടാവുക, എന്നാൽ ജനങ്ങൾ അതിൽ വീണു പോകും. ഇപ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് പ്രായമായ ആളുകളെയൊക്കെ പലപ്പോഴും പല AI വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇപ്പോഴും ആളുകൾ പറ്റിക്കുന്നുണ്ട്. അതെന്താണ്, അത് വ്യാജമാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയോ വിവരമോ ആ സാധുക്കൾക്ക് ഉണ്ടാവാത്തത് കൊണ്ടാണ് ഈ AI വീഡിയോ ഒക്കെ കാണുന്നത് പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തത് അത് തിയറിയാണ്. അതായത് AI പോലെയുള്ള ഡീപ് ഫേക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ആയിരിക്കും, യാഥാർത്ഥ്യമായിരിക്കില്ല. പക്ഷെ അത് ഇപ്പൊ പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ, അതായത് ഈ ടെക്നോളജിയുടെ വികാസം ചെറുപ്പം മുതലേ AI മുതലൊന്നും കണ്ടു ശീലിക്കാത്ത ഒരാൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുമ്പോൾ അത് AI ആണോ ഒറിജിനൽ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അയാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആളുകളെ മീഡിയ ബുള്ളറ്റ് തിയറി എന്ന് വെച്ചാൽ മീഡിയയിലെ ഫേക്ക് മെസ്സേജുകൾ ആളെ വെടിവെച്ചിടുന്ന അവസ്ഥ, അതിനെയാണ് മീഡിയ ബുള്ളറ്റ് തിയറി എന്ന് പറയാം. ഉദാഹരണങ്ങളൊന്നും ഇപ്പൊ അതിൽ ആവശ്യമായിട്ടില്ല, സിമ്പിൾ ആണ്. ബുള്ളറ്റ് എന്ന് കേട്ടാൽ ഫേക്ക് മെസ്സേജ് ഓർത്തെടുക്കണം, എന്നിട്ട് ബാക്കി നിങ്ങൾ വിശദീകരിച്ച് എഴുതാവുന്ന ഓഡിയൻസ് ഡയറക്റ്റ്ലി, പെട്ടെന്ന് അയാളെ വെടിവെച്ച് വീഴ്ത്തും എന്നുള്ളതാണ് ഈ ഒരു മാജിക് ബുള്ളറ്റ് തിയറി പറയുന്നത്. അപ്പൊ ഇതിനെ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി, വൺ സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത പേരുകളിലും ഈ ഒരു തിയറി അറിയപ്പെടുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ തിയറിക്ക് വിമർശനമുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഈ ഒരു ഫേക്ക് മെസ്സേജിന് വീഴാറുണ്ട്, എല്ലാവരും ഇത് ബാധിക്കില്ല എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. വിമർശനം ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു തിയറിയാണ് മാജിക് ബുള്ളറ്റ് തിയറി എന്നുള്ളത്. അതായത് ഫേക്ക് മെസ്സേജ് കാണുമ്പോഴത്തേക്കും ആൾക്കാർ അതിൽ വീണു പോകുക എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന, അവന്റെ വിവേക ശേഷിയെ അല്ലെങ്കിൽ വിചാരശേഷിയെ ചോദ്യം ചെയ്യുന്ന ഒരു തിയറി ആയതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മനസ്സിലാക്കാൻ ഒരു ഇന്റർപ്രിട്ടേഷൻ ആളുകൾ വിധേയമാകുന്നുണ്ട്. ശരിയല്ല ആ കാര്യത്തിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു വിമർശനം നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ബാക്കിയുള്ള തിയറികളെ കുറിച്ച് പൊതുവെ വിമർശനങ്ങൾ കുറവാണ്. ഈ ഒരു തിയറി മൊത്തത്തിൽ തള്ളിയിട്ടുണ്ട്, കാതർസിസ് എന്നുള്ളത്. ഇനി വരാൻ പോകുന്ന പല തിയറീസിലും വിമർശനങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ടാവും. ഇനി ഫൈനൽ സാധനമാണ് 2 സ്റ്റെപ്പ് തിയറി ഓർ മൾട്ടി സ്റ്റെപ്പ് തിയറി എന്നുള്ളത്. ജസ്റ്റ് ഈ ഒരു പിക്ചർ പഠിച്ചു വെച്ചാൽ മതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയ കോണ്ടന്റും ആളുകൾ നേരിട്ടിട്ട് വിഴുങ്ങുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന്, നിലവിൽ കേരളത്തിലുള്ള സർക്കാർ മോശമാണ് എന്ന്
ഒരു വാർത്ത വന്നാൽ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് കണ്ടാൽ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഒറ്റയടിക്ക് അത് വിശ്വസിക്കുന്നില്ല. മറിച്ച് ആ വാർത്ത കണ്ട ആള് ശേഷം അങ്ങാടിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ആളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ആ ഫ്രണ്ടിനോട് ചോദിക്കല്ലേ, ഇപ്പൊ ഇങ്ങനെ വാർത്ത കാണാനുണ്ടല്ലോ, നമ്മൾ അങ്ങാടി ചർച്ചയിലൊക്കെ കാണാലോ. അപ്പോ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ പരസ്പരം ഇപ്പോഴൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അവരിങ്ങനെ ചോദിക്കും, ഒരു വാർത്ത കണ്ടല്ലോ അല്ലെങ്കിൽ ഒരു വിവരം അറിഞ്ഞല്ലോ, എന്താണാവോ അല്ലെ, അങ്ങനെ ജസ്റ്റ് ചോദിച്ചറിയും. അപ്പോൾ അവരൊരു കണ്ടന്റ് ഇങ്ങോട്ട് കൊടുക്കും. ചിലർ ഏതൊരു പാർട്ടിക്കാരാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികം പറയാം, ശരി തന്നെയാണ്, ഈ അടുത്ത ഇലക്ഷൻ വരട്ടെ അവർ ഭരണത്തിന് താഴെ പോകുമെന്ന് പറയും. ഇനി ആ സർക്കാരിന്റെ പിന്തുണക്കുന്ന പാർട്ടിക്കാരാണെന്നുള്ളത് പറയുന്നൊന്നും ശരിയല്ല, യഥാർത്ഥത്തിൽ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അവരതിനെ ന്യായീകരിക്കും. അപ്പോൾ ഒരു മനുഷ്യനും ഒരു സാധനം കേൾക്കുമ്പോഴത്തേക്ക് വിശ്വസിക്കുന്നില്ല, മറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്നും സ്വീകരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഒരു മീഡിയ കോണ്ടന്റ് എന്ത് ചെയ്യുന്നു, ഈ ബ്ലൂ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്പീനിയൻ ലീഡേഴ്സിനെയാണ്. ഒപ്പീനിയൻ ലീഡേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് പൊതുജനങ്ങൾക്ക് കണക്ഷൻ ഉള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഈ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഇവരുടെ പ്രത്യേകത, ഇവരെന്ത് ചെയ്യും, ആ ഒരു വാർത്തയെ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പ്രസരിപ്പിക്കും. അപ്പൊ വന്ന് ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് എങ്ങനെയാണോ അതിനെ പറയുന്നത് ആ രൂപത്തിലായിരിക്കും ബാക്കിയുള്ള റെഡ് സ്പോട്ടിൽ പെട്ടിട്ടുള്ള ആളുകൾ അതിനെ മനസ്സിലാക്കുന്നുണ്ടാവുക. അപ്പൊ ഇതേ മാസ് മീഡിയ കണ്ടന്റ് ഉദാഹരണത്തിന് കേരളത്തിലെ സർക്കാർ മോശമാണ്, അപ്പോൾ ആ മോശമാണ് എന്നുള്ള തിയറിയാണ് ഇപ്പോൾ ഈ കാണുന്ന മനുഷ്യനുള്ളത് എന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് തീരുമാനമാവും ഉണ്ടാവുക. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഈ സർക്കാർ വളരെ നല്ല സർക്കാരാണെങ്കിൽ അത് അവിടെ കാണാൻ പറ്റും. പിന്നെ അതല്ല, ഈ പാർട്ടി എന്നല്ല മറ്റേ പാർട്ടിയും കണക്കാണ്, എല്ലാം കണക്കാണെന്നുള്ളൊരു വിഭാഗമാണ് ഈ ഒപ്പീനിയൻ പെടുന്നുണ്ടാകുക. അങ്ങനെ ഒരേ വിഷയത്തെ തന്നെ ഒപ്പീനിയൻ ലീഡേഴ്സ് എങ്ങനെയാണോ വായിച്ച് പറയുന്നത് അതുപോലെയാണ് പൊതുജനം അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു തിയറി. അതാണ് ഇനി ആ പേര് നോക്കൂ, 2 സ്റ്റെപ്പ് തിയറി ഓർ മൾട്ടി സ്റ്റെപ്പ് തിയറി. എടുക്കാതെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറയില്ല, OTP ഒക്കെ അടിച്ച് കയറുക എന്ന് പറഞ്ഞ പോലെ കൂടെയാണ് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു വിഷയം. പിന്നീട് ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത്ര എക്സാമിനേഷൻ പണ്ട് കാലത്ത് നവമാധ്യമങ്ങൾക്ക് വരുന്നതിന്റെ വ്യവസായവൽക്കരണത്തിന് മുമ്പുള്ള കാലത്ത് എന്ത് ചെയ്തിരുന്നു, ഗ്രേപ്പ് വൈൻ, അതായത് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് കുറെ പോയി, പിന്നെ അടുത്ത കണക്ഷൻ വന്നു. അങ്ങനെയാണ് ഒരു മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ മുകളിൽ ഫുള്ള് താമസിക്കാൻ പാകത്തിന് പരസ്പരം കണക്റ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു സംഗതിയാണ് ഗ്രേപ്പ് വൈൻ എന്നുള്ളത്. അപ്പൊ ഒരു കോണ്ടന്റ് പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ നാട്ടുകാർ അതുപോലെ ഒരാളൊരു സംഗതി പറയും, അതിങ്ങനെ ഗ്രേപ്പ് വൈൻ പറഞ്ഞ് ഇങ്ങനെ എല്ലാ ദിശയിലേക്കും പടരും. എന്നിട്ട് ആ ഒരു വള്ളി ആ വള്ളി അങ്ങനെ പോകും. അതൊക്കെ എങ്ങനെയാണ് പണ്ട് കാലം മുതലേ ഈ തിയറി പറയുന്നത് ബന്ധപ്പെട്ടിട്ടാണ്. 1940-കളിൽ അമേരിക്കയിലെ ഒരു ഇലക്ഷനെ തുടർന്നിട്ടാണ് ഇത്തരം ഒരു തിയറി ലോകത്ത് വന്നത്. പോൾ ലാസർഫെൽഡ് നമ്മൾ നേരത്തെ പേര് പറഞ്ഞിരുന്നു, ബെർണാഡ്, ഇങ്ങനെ പറയപ്പെടുന്ന കുറച്ച് സ്കോളേഴ്സ് അവരൊരു പഠനം പുറപ്പെടുവിക്കുകയാണ് 1944-ൽ അമേരിക്കൻ ഇലക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് പീപ്പിൾസ് ചോയ്സ്, ജനങ്ങളുടെ പ്രതികരണം എന്നുള്ള ഒരു പഠനം പുറപ്പെടുവിച്ചു. അതിലവർ പറഞ്ഞത് ഒരു മീഡിയ കോണ്ടന്റും അല്ല ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, മറിച്ച് അവർ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, സഹപ്രവർത്തകർ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിനു ശേഷമാണ് തീരുമാനത്തിൽ എത്തുന്നത്. അപ്പൊ മറ്റുള്ള ആളുടെ ഒരു തീരുമാനം മാത്രം പറ്റുന്ന ആളുകളെ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് വിളിക്കാൻ കഴിയുമെന്നുള്ളതും ആ ഒപ്പീനിയൻ പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളതും ഈ ഒരു പഠനം. ഒപ്പീനിയൻ ലീഡേഴ്സിനെ കുറിച്ച് അധികം പറയേണ്ടതില്ല, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ പുതിയ കാലത്ത് ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ഫ്രണ്ട്സ് മൊത്തം ഫോളോവേഴ്സ് മൊത്തം ആ ഒരു നിലപാടിന്റെ കൂടെ നിൽക്കും. ഒപ്പീനിയൻ തിയറി എന്ന് പറയാം. എങ്ങനെയാണ് ഒരു മീഡിയ കോണ്ടന്റ് ആളുകളിൽ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തുന്നത്, മീഡിയ എഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പിന്നെ നാർക്കോസിസ്, നമ്മളൊരു സിനിമാ നടന്റെ ഉദാഹരണം പറഞ്ഞു. ആദ്യം നമുക്കൊരു പൊലിവുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു താല്പര്യം നമ്മൾ കാണിക്കില്ല, ജസ്റ്റ് ആ വാർത്ത കേൾക്കുന്നു എന്ന നാർക്കോട്ടിക്കിനെ പോലെ നമ്മൾ ബിഹേവ് ചെയ്യും. മീഡിയ ഫേറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോധാവസ്ഥ അഥവാ ചുരുങ്ങുന്ന അവസ്ഥയാണ് മീഡിയ ഫാറ്റീഗ് എന്ന് പറയാം. കാതലിസിസ് എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട വാദമാണ്. യഥാർത്ഥത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇതിൽ ആദ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിൽ പറയുന്നത് നിരന്തരം ഒരു പിന്നെന്ത് ചെയ്യും, ഉത്കണ്ഠയൊക്കെ ഇല്ലാതെയാകും എന്നാണ് ഈ തിയറി പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, കാരണം ഈ തിയറി
നിരീക്ഷണത്തെ തെറ്റാണ് എന്ന് വാദിച്ചിട്ടുണ്ട്. ദെൻ റെയിൻബോ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടും കാണാം. ഫാൻസ് അവരുടെ ടീമിന്റെ വിജയവുമായി ബന്ധപ്പെട്ട വാർത്ത വിജയിച്ചാണെങ്കിൽ പോയിട്ട് കിടന്നുറങ്ങുന്ന ആ ഒരു അവസ്ഥ, അതാണ് റീഇൻഫോഴ്സ്മെന്റ്. മീഡിയയുടെ കാര്യത്തിലും അവർക്ക് ഇഷ്ടമായ അത്തരം കോണ്ടന്റുകൾ കാണാൻ അവർക്ക് കൂടുതൽ, അതല്ലാത്തത് അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. ദെൻ മീഡിയ ബുള്ളറ്റ് തിയറിയാണ് നാലാമത്തേത്. ആളുകളെ പരാജയപ്പെടുത്തുന്നത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ടു സ്റ്റെപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ അത് വിശ്വസിക്കാതെ നമുക്ക് വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രം അങ്ങനെ ആളുകളെ വിളിക്കുന്നു. നമുക്ക് ആ ഒരു ചാപ്റ്റർ പറയാനുള്ളത്. ക്ലിയർ ആയിക്കണോ? അഭിപ്രായം ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ തീരുമാനിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ നേതാക്കളെയാണ് സാമുദായിക നേതാവ്. സമുദായം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ അത് ചെറുതായി പോയി. ഒപ്പീനിയൻ ലീഡേഴ്സ് തന്നെ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ലീഡേഴ്സ് തന്നെ പ്രയോഗിക്കലായിരിക്കും ഉണ്ടെങ്കിൽ അത് രണ്ട് തിയറികൾ അത് ഡിലീറ്റ്. കാണാനുള്ള ത്വര മനുഷ്യർക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. ആ താല്പര്യത്തെ കൂടുതൽ തകർത്ത് കളയുന്ന വരുമ്പോൾ നമ്മൾ അതിനോടൊരു അവജ്ഞ കാണിക്കുന്നത് വിശദീകരിക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. കാര്യം എന്താണ്, എല്ലാവരും ഒരു കാര്യത്തെ വ്യത്യസ്തമായിട്ടാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയ ബുള്ളറ്റ് തിയറി അഥവാ മാജിക് ബുള്ളറ്റ് തിയറി എന്താണെന്നുള്ളതാണ് വർത്തമാനം. ഒരിക്കലും ഒരു മീഡിയ കോണ്ടന്റ് ആളുകൾ വ്യത്യാസം ചെയ്യുന്ന ഒരു ബുദ്ധിപരമായ വേർഡ്
വിലയിരുത്താൻ അനുഭവങ്ങള് ജനറ്റികമായിട്ടുള്ള സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തതാണ് എക്സ്പോഷർ എന്നുള്ളത്. എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഒരു സംഭവമായിട്ട് നമ്മൾ വെച്ച് പുലർത്തുന്ന ലൈക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണോ ആ ടീച്ചേഴ്സ് ആളുകൾ ഉറങ്ങുകയാണോ കേൾക്കുക എന്നുള്ളത് ദൈവത്തിനറിയാം. എന്തായാലും ആ ഒരു അവസ്ഥ ഇഷ്ടമുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സാറാണ് ക്ലാസ് എടുക്കുന്നത്, ആ ക്ലാസ് നല്ല അടിപൊളിയായിട്ട് കേൾക്കുക. അതല്ലാത്ത വിഷയങ്ങൾ ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് ലിങ്ക് എത്ര കണ്ടാലും അതിലെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നതിൽ സന്തോഷം. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പൊയ്ക്കോളും എന്ന് പറഞ്ഞു ഒരു 2 ആൾക്കാരാണ് ഉണ്ടാകും. അടുത്ത പോയിന്റ് പറഞ്ഞാലോ എന്ന് ഓഫാക്കി ഞാൻ തന്നെ റിമൂവ് ചെയ്തിട്ട് പോകലാണ്. അപ്പോൾ ആ അവസ്ഥയാണ് സെലക്റ്റീവ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇസ് വെൻ പീപ്പിൾ ചൂസ് മെസ്സേജ് ദാറ്റ് മാച്ച് their belief and avoid that contradict them. ഒരാളുടെ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അനുകൂലമായത് ഇഷ്ടപ്പെട്ട മെസ്സേജ് മാത്രം സ്വീകരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ, ഇഷ്ടമുള്ള വിഷയം, അത് എത്ര വേണമെങ്കിലും അവർക്ക്. അപ്പൊ ഇത് മനഃപൂർവ്വമാകാം, അറിയാതെയും ചില അപ്പൊ അത് ചില മനുഷ്യന്റെ സ്വാഭാവികമായിട്ട് ഉള്ളിലുള്ള ഒരു മനഃശാസ്ത്ര സംബന്ധമായ ഒരു കാര്യമാണത്. പിന്നെ വരുന്ന ഒരു സംഗതിയാണ് സ്വന്തം ബലപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ റീഎൻഫോഴ്സ്മെന്റിൽ പറഞ്ഞല്ലോ കാര്യം തന്നെ. എക്കോ ചാമ്പേഴ്സ്. എക്കോ ചാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്കോ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി. ഇപ്പൊ നമ്മളൊരു അടച്ചിട്ട ഹാളില് തീരെ എയർ സർക്കുലേഷൻ ഇല്ലാത്തൊരു ഹാളിൽ ഹലോ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവും? അതിന്റെ അല്ലെ കൊണ്ടുകൊണ്ട സംഗതി തന്നെ കേൾക്കും. കാരണം അവരെന്താണോ പറയുന്നത് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. മാത്രം തിരഞ്ഞു പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ എക്കോ ചാമ്പറിൽ അകപ്പെട്ടതുപോലെയാണ്. കടക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ എക്കോ ചാമ്പർ എന്നുള്ള ടേം ഒരു രസകരമായ മലയാളത്തിലും. And the rise of social media and online news have made it easier for people to control and filter what information they see. ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഇപ്പൊ പണ്ടൊരു പത്രം വരുന്ന സമയത്ത് ആ പത്രത്തിലെങ്കിലും കാണാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ന് അങ്ങനെയല്ല. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആയിരിക്കും നമ്മുടെ ഫീഡിൽ മുന്നോട്ട് വെക്കാറുള്ളൂ. അപ്പൊ അതാണ് കേട്ടോ സെലക്റ്റീവ് എക്സ്പോഷർ എന്നുള്ളത്. റീഎൻഫോഴ്സ്മെന്റ് തിയറിയുടെ ഒരു സമാന സംഗതി തന്നെയാണ്. വലിയ മാറ്റമൊന്നും വളരെ ഉണ്ടാകും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു തിയറി ചോദിക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് സംഗതി മനസ്സിലാക്കിയാൽ മതി. ദെൻ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്നുള്ളതാണ്. പെർസെപ്ഷൻ
ചാമ്പലിലേക്ക് നയിച്ചേക്കാന്ന് പറഞ്ഞല്ലോ. ആ രൂപത്തിൽ എന്തായാലും എന്തെങ്കിലും ഒരു എക്കോ ചാമ്പറിലേക്ക് നിൽക്കാന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണ് എന്ന് എനിക്കൊരു നിലപാടുണ്ടെന്ന് വിചാരിക്കാം. സെലക്റ്റീവ് എക്സ്പോഷറിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനൊരു റൂമിൽ പോയിട്ട് വെച്ച് ഫുള്ള് ലോക്കാണ്, ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണ്, അപ്പൊ ഇങ്ങനെ എക്കോ കേൾക്കും, നല്ല രാജ്യം ഇന്ത്യയാണ്, നല്ല രാജ്യം ഇന്ത്യയാണ്, ഇങ്ങനെ എക്കോ കേൾക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് മീഡിയയുടെ കാര്യത്തിലും. ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണ് നമുക്കുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയുടെ നന്മ പറയുന്ന വീഡിയോസ് മാത്രം, നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമ നടന് സിനിമ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ, നമ്മുടെ ടീം മാത്രമേ നമ്മുടെ യൂട്യൂബ് ഫീഡിൽ വരുള്ളൂ. ആ അവസ്ഥയാണ് സെലക്റ്റീവ് എക്സ്പോഷർ എന്ന് പറയാം. ഒരു സിദ്ധാന്തമായിട്ട് പറയുമ്പോൾ മനുഷ്യന് വിശ്വസിക്കുന്ന കാര്യം അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം, ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ പോലെ എക്കോ ചാമ്പർ അടക്കുക എന്ന് പറഞ്ഞാൽ പറയുന്ന സംഗതി തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു സംഭവം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത് സെലക്റ്റീവ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ധാരണ എന്ന് പറയും, മുൻധാരണ എന്തെങ്കിലും, അതായത് മനുഷ്യർ വെച്ച് പുലർത്തുന്ന ഒരു ധാരണ ഉണ്ടായിരിക്കും. ആ ധാരണക്ക് അനുയോജ്യമായ സാധനങ്ങളെ അവർ എടുക്കുകയുള്ളൂ, ആ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കും എന്നുള്ളതാണ്. ഇവിടെ selective perception is when people interpret information in ways that confirm their existing whether consciously or not. അറിഞ്ഞോ അറിയാതെയോ അവർക്ക് നിലവിലുള്ള വിശ്വാസത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഒരു വാർത്തയെ അവർ വായിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ എക്സ്പോഷറും പെർസെപ്ഷനും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അത്തരം വാർത്തയിലേക്ക് ചെല്ലുള്ളൂ. ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം എന്ന് പറയുന്ന ഒരു കോണ്ടന്റിലേക്ക് നമ്മൾ പോവുള്ളൂ. പെർസെപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ അതിനല്ലാത്തൊരു സാധനം കേട്ടു, ലോകത്തെ 1 നമ്പർ രാജ്യം അമേരിക്ക സ്ഥാനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിങ്ങനെ പ്രശ്നമില്ല, ഈ പ്രശ്നമില്ല, ആ പ്രശ്നം ഇന്ത്യയിലില്ലല്ലോ, അവൾ എങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാലും പരമായ രൂപത്തിലേക്ക് തന്നെ അതിനെ തിരിക്കാനുള്ള, അതിനെ വ്യാഖ്യാനിച്ച് മാറ്റാനുള്ള ഒരു മനുഷ്യന്റെ ത്വര, ആ ത്വരയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ബോധപൂർവമോ അറിയാതെയോ അത് സംഭവിച്ചേക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഒരേ ഒരു കാര്യത്തെ ആളുകൾ വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കുന്നതൊക്കെ ഈ ഒരു സെലക്റ്റീവ് പെർസെപ്ഷൻ, ആളുടെ മനസ്സിനകത്തുള്ള ചില വിശ്വാസങ്ങൾ അതിനെ ബാധിക്കാറുണ്ട്. ഇപ്പൊ മോറിസ് എന്ന് പറയുന്ന ഒരു സ്കോളർ അദ്ദേഹം പറഞ്ഞിട്ടാണ്, ദ മൈൻഡ് ഡസ് നോട്ട് അബ്സോർബ് വാട്ട് ഇറ്റ് ഈസ് നോട്ട് റെഡി ടു റിസീവ്. സ്വീകരിക്കാൻ തയ്യാറല്ലാത്തൊരു വാദത്തെ ഒരിക്കലും നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളില്ല എന്നുള്ളത്. ഇപ്പൊ ഇന്ത്യ ഒരു മോശം രാഷ്ട്രമാണ് എന്നുള്ള വിശ്വാസം എന്ത് തന്നെ തെളിവുകൾ ഉദ്ധരിച്ചാലും ശരി, നമ്മുടെ മനസ്സ് അതിനോട് പാകപ്പെടില്ല. മനുഷ്യന്റെ ഒരു അവസ്ഥയാണത്, അവന്റെ വിശ്വാസത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാനുള്ള ഒരു മെന്റാലിറ്റി എന്നുള്ളത്. അപ്പൊ അത് ആണ് ഇവിടെ സെലക്റ്റീവ് പെർസെപ്ഷനിൽ പറയുന്നത്. ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം കാണുക എന്നുള്ളത് മാത്രമല്ല, ഇഷ്ടമില്ലാത്ത അഥവാ കേൾക്കേണ്ടി വന്നാൽ അതിനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക. അപ്പൊ ഇവിടെ കീ വേർഡ് എന്ന് പറയുന്നത് ഇന്റർപ്രറ്റ് എന്നുള്ളതാണ്. ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു ഫോട്ടോ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു പിക്ചർ കാണുന്നു, ആ പിക്ചറിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിൽ ഒരാളെ നമുക്ക് ഇഷ്ടമല്ല, ആ ആളെ വെച്ചിട്ട് നമ്മളെ മൊത്തം ഫോട്ടോ എന്ത് ചെയ്യും, മൊത്തം ടീമിനെ നമ്മൾ കണ്ട് വിലയിരുത്തി കളയും. അയാളുള്ള ഫോട്ടോ അല്ലേ, അല്ലെങ്കിൽ അയാളുടെ ടീമല്ലേ, മതി, കൂടുതലൊന്നും കേൾക്കണ്ട എന്ന് പറയുന്ന ഒരവസ്ഥ. ചിലപ്പോൾ ആ ഫോട്ടോയിൽ 10 ആളുണ്ടെങ്കിൽ 9 ആളും നല്ല ആളുകളായിരിക്കും, പക്ഷെ അവർ ഒരാളെ വെച്ചിട്ട് നമ്മൾ ആ ടീമിനെ മൊത്തം തള്ളിക്കളയും. അതെന്തുകൊണ്ടാണ്? ആ ആളോട് നമുക്ക് ഉള്ള ദേഷ്യം ബാക്കിയുള്ളവരിലേക്കും അത് പടരും, അല്ലെങ്കിൽ ആ ഒരു ഹോൾ ഗ്രൂപ്പിന് റെപ്രസെന്റീവ് ആയിട്ട് നമ്മൾ ആ ഒരാളെ കാണുന്ന അവസ്ഥ. ഇതൊക്കെ മീഡിയ കോണ്ടന്റിന്റെ കാര്യത്തിലും സംഭവിക്കുന്നതാണെന്ന് ചുരുക്കം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചാനൽ, ഒരു പാർട്ടി ചാനൽ വാർത്ത വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ചാനലല്ല, അവരങ്ങനെ തന്നെ പറയുള്ളൂ എന്നുള്ള ആ സംഭവമൊക്കെ നമുക്ക് ഈ സെലക്റ്റീവ് പെർസെപ്ഷനിൽ എന്ത് ചെയ്യാം, വായിക്കാൻ സാധിക്കുന്നതാണ്. ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. സമയം 6 മണി ആയിട്ടുണ്ട്. നമ്മൾ ഈ ബ്ലോക്ക് തീർക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ എന്താ വേണ്ടത്? ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. എങ്ങനെ? ചാപ്റ്ററിൽ സെലക്റ്റീവ് റിട്ടൻഷൻ, കോഗ്നിറ്റീവ് ഡിസ്റ്റൻസ് ഇല്ല, സെലക്റ്റീവ് പെർസെപ്ഷൻ വരെ ഉള്ളൂ കേട്ടോ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 3 തന്നെ ഉള്ളൂ. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി, സെലക്റ്റീവ് എക്സ്പോഷർ, സെലക്റ്റീവ് പെർസെപ്ഷൻ. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പ് അവിടെ, നമ്മുടെ ഗ്രൂപ്പില് ഇപ്പൊ ഇന്നലെ ഞാനൊരു PDF വിട്ടിരുന്നു. എന്താ സെക്കൻഡ് സെമസ്റ്റർ അപ്ഡേറ്റഡ് സിലബസ് എന്നുള്ളത്. ഈ ഒരു സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാണ് എനിക്ക് ബാസിൽ സാർ അയച്ചൊരു സിലബസ് ആണ്. ഇതിൽ കാണാൻ കമ്മ്യൂണിക്കേഷൻ, അതിൽ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, ഫംഗ്ഷൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്.
അതിൽ പ്രിൻസിപ്പിൾ മറ്റു കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 4th ബ്ലോക്കിലുണ്ടാവും തിയറീസ് ഓഫ് മീഡിയ എഫക്ട്. ഇതില് നാർക്കോസിസ്, കാതർസിസ്, റെയിൻഫോഴ്സ്മെന്റ്, മാജിക് ബുള്ളറ്റ് തിയറി, 2 സ്റ്റെപ്പ് ഓർ മൾട്ടി സ്റ്റെപ്പ് അവിടെ കഴിയാണ്, പിന്നെ പറയുന്നില്ല. ദെൻ സൈക്കോളജിക്കൽ തിയറീസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി, സെലക്ടീവ് എക്സ്പോഷർ, സെലക്ടീവ് പെർസെപ്ഷൻ, അത്രേ ഉള്ളൂ. ഇനി സോഷ്യോളജിക്കൽ തിയറീസിൽ ഈ 2 ഉള്ളൂ. നോർമേറ്റീവ് തിയറി ഓഫ് പ്രസ് എന്നുള്ള ചാപ്റ്റർ മൊത്തം പറഞ്ഞിട്ടുണ്ട്, ബ്രാക്കറ്റ് ഇട്ടിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ ചാപ്റ്റർ നമ്മൾ മൊത്തം പഠിക്കണം എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ 5 യൂണിറ്റ് ഉണ്ടായിരിക്കും, അതിൽ ഏതോ ഒരു യൂണിറ്റ് മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഈ ഒരു PDF നോക്കുക. അപ്പൊ അതിനനുസരിച്ച് സിലബസിൽ ഏറ്റവും വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് 2 തിയറി കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുക. 6 മണിയായി. 5 മിനിറ്റ് കൊണ്ട് പറയാവുന്ന തിയറി ആയതുകൊണ്ടാണ്. അതായത് സോഷ്യോളജിക്കൽ തിയറീസ് ആണ്, സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറി. അതായത് ഒരു തിയറിയുടെ പേര് കൾട്ടിവേഷൻ തിയറി എന്നുള്ളതാണ്, മറ്റേത് അജണ്ട സെറ്റിംഗ് തിയറി. ആ പേരിൽ തന്നെ ഏകദേശം സംഗതി അടങ്ങിയിട്ടുണ്ട്. ഇതിൽ മീഡിയ മിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം, മീഡിയ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മാധ്യമങ്ങളെയും പുതിയ മാധ്യമങ്ങളെയും ഒരുപോലെ ഉപയോഗിക്കുന്നതിനെയാണ് മീഡിയ മിക്സ് എന്ന് പറയാ. സംഗതി മിക്സ് ചെയ്യാൻ അർത്ഥം. ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് പരസ്യം ചെയ്യണം. അപ്പോൾ അവർ ആ കമ്പനി എന്ത് ചെയ്യുന്നു? പത്രത്തിലും പരസ്യം കൊടുക്കും, ഇൻസ്റ്റാഗ്രാമിലും പരസ്യം കൊടുക്കും. അപ്പൊ പത്രം ചിലപ്പോൾ ട്രഡീഷണൽ മാധ്യമങ്ങൾ മാത്രം യൂസ് ചെയ്യുന്ന വയസ്സായ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രഡീഷണലിലും പരസ്യം ചെയ്യും, ഡിജിറ്റലിലും പരസ്യം ചെയ്യും. അപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് 2 തരത്തിലുള്ള മാധ്യമങ്ങളെ ഒരുപോലെ ഉപയോഗിക്കുന്നതിനാണ് മീഡിയ മിക്സ് എന്ന് പറയുന്നത്. തിയറി അല്ല, ഈ കൂട്ടത്തിൽ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ സൂചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ചിലപ്പോൾ 2 മാർക്കിന് എന്താണ് മീഡിയ മിക്സ് എന്ന് ചോദിച്ചാൽ, ട്രഡീഷണൽ മീഡിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രഡീഷണലും ഡിജിറ്റൽ മീഡിയ ഒരുപോലെ ഉപയോഗിക്കുക. ഇത് രണ്ടും കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് എഫക്റ്റ് ഉണ്ടാകുക എന്ന് ചുരുക്കം. ലോകം മൊത്തം ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറിയിട്ടില്ലല്ലോ. ഇപ്പോഴും ട്രഡീഷണൽ മീഡിയയിൽ നിലനിൽക്കുന്ന മനുഷ്യന്മാരുള്ളത് കൊണ്ട് രണ്ടിനെ നമ്മൾ പരിഗണിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിയറിയാണ് കൾട്ടിവേഷൻ തിയറി എന്നുള്ളത്. അത് കൾട്ടിവേഷൻ തിയറി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സംഗതിയെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ മൊത്തം ആ പേരിൽ എഴുതി തള്ളുന്ന ഒരു അവസ്ഥയെ വേണമെങ്കിൽ നമുക്ക് കൾട്ടിവേഷൻ തിയറി എന്ന് വിളിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും അതായത് ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് സാധനം കാണുമ്പോൾ ലോകം മൊത്തം അങ്ങനെയാണ് എന്നുള്ളൊരു മൊത്തത്തിൽ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുന്ന അവസ്ഥയാണ് കൾട്ടിവേഷൻ തിയറി എന്ന് പറയാം. ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ഉദാഹരണം, ഇപ്പൊ ഇന്ന് നമ്മളൊരു വാർത്ത കാണുകയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു ഷോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഭക്ഷ്യവിഷബാധ ഏറ്റുകൊണ്ട് ആശുപത്രിയിലാണ്. അപ്പോൾ നമ്മൾ ആ മലപ്പുറം ജില്ലയിലെ ആ ഒരു ഹോട്ടലിനെ മാത്രം സംശയിക്കുന്നതിന് പകരം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിനെയും സംശയിക്കും. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ഒക്കെ ഇപ്പൊ ഞാൻ നാളെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചതാണ്, ചെയ്യണ്ട, ഫുഡ് പോയ്സൺ ഇപ്പൊ എന്തെങ്കിലും കൂടി വാർത്ത കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടാകുന്ന വർത്താനാണ്. അപ്പൊ എന്ത് ചെയ്യാൻ, രക്ഷിതാക്കള് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാൻ സമ്മതിക്കില്ല. അപ്പൊ ഇന്നലെ കൂടി ഒരാൾ മരിച്ചിട്ടുള്ളൂ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് എന്ന് പറയും. അപ്പൊ ആ കടയുടെ മാത്രം പ്രശ്നമാണെങ്കിൽ അങ്ങനെയല്ല, മൊത്തം എല്ലാവരും അതിൽ എഴുതി തള്ളുന്ന ഒരു അവസ്ഥയാണ് കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദനം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ മൊത്തം അതിലേക്ക് ചേർത്ത് പറയുന്നതിനായിരിക്കാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതാണ് കൾട്ടിവേഷൻ തിയറി. അപ്പോൾ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വരുന്ന വാർത്തകൾ മനുഷ്യരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വിശ്വാസക്കുറവുള്ള ആളുകൾ, ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് അതിൽ പേടിക്കുന്ന ആളുകൾ, പിന്നെ ചില നെഗറ്റീവ് ബോഡി ഇമേജ് വെച്ച് പുലർത്തുന്ന ആളുകൾ. ഇപ്പോൾ നിരന്തരമായിട്ട് ഒരു TV-യിലൂടെ മെലിഞ്ഞ ആളുകളെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന സംഗതി കണ്ടാൽ തടിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താ തോന്നുക, ഞങ്ങളുടെ ബോഡി ശരിയല്ല, ഞങ്ങൾക്ക് മോശക്കാരാണ്. അല്ലെങ്കിൽ എപ്പോഴും നല്ല വെളുത്ത് സുന്ദരന്മാരെയും സുന്ദരികളെയും മാത്രം പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പോൾ കളർ കുറഞ്ഞ ആളുകൾക്ക് ഉള്ളിലൊരു തരത്തിലുള്ള പ്രശ്നം, അതായത് അവര് മാത്രമാണ് ശരി, ഞങ്ങൾ മോശക്കാരാണ്. അപ്പോൾ അവിടെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മോശക്കാരാകുന്നില്ല. അപ്പോൾ ആ ഒരു ട്രെൻഡിനെ നമ്മളുടെ കാര്യത്തിലേക്ക് കൂടി വെറുതെ അനാവശ്യമായിട്ട് വലിച്ചെടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ കൾട്ടിവേഷൻ തിയറിയുടെ ഇതായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധ സമയത്തൊക്കെ അമേരിക്കയിലേക്ക് TV എത്തിയതോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം കൂടുതൽ വ്യാപകമാവൽ തുടങ്ങിയത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്കയിലും പിന്നീട് ലോകത്തും പലയിടങ്ങളിലും TV സജീവമായത്, എല്ലാ വീട്ടിലും TV വരവ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ലോകമഹായുദ്ധത്തിന് ശേഷം ഉള്ള ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധ സംബന്ധമായിട്ടുള്ള സിനിമകൾ കൂടുതൽ വരാൻ തുടങ്ങി. കാരണം മനുഷ്യർക്ക് അത് കണക്ട് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട്, മനുഷ്യന്റെ വികാരങ്ങൾ അന്ന് യുദ്ധ സംബന്ധമായതുകൊണ്ട് തന്നെ അത്തരം കുറെ സിനിമകൾ വരുന്നു. വീടുകളിൽ ടെക്നോളജി വളർന്നതുകൊണ്ട് TV-യും വരാൻ തുടങ്ങി. ആ TV-യിലൂടെ ഇത്തരം ഹൊറർ സിനിമ കണ്ടപ്പോൾ ലോകത്തെ കുറിച്ച് ലോകം മൊത്തം യുദ്ധമാണ് എന്നുള്ളൊരു അവസ്ഥ വന്നു. ശരിക്കും 2ാം ലോക മഹായുദ്ധം അവസാനിച്ചിരുന്നു. പക്ഷെ ഇന്നും മനുഷ്യർ യുദ്ധഭീതിയിലാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത്തരം സിനിമകൾ വീണ്ടും കാണുന്ന സമയത്ത് ആ TV-കളാണ് യഥാർത്ഥത്തിൽ നിശ്ചയിക്കുന്നത്. അപ്പൊ ജോർജ് ഗബ്നർ എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ അമേരിക്കൻ സ്കോളറാണ്
ടിവിയുടെ സ്വാധീനം, കൾട്ടിവേഷൻ തിയറിയിൽ ടിവിയുടെ സ്വാധീനത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. അതായത് ഇന്ന് ലോകത്ത് ആക്രമണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വയലൻസ് വർദ്ധിക്കാനുള്ള കാരണം ടി വി ആണ്. ഒരു പ്രതിദിനം 4 മണിക്കൂറിലധികം ഒക്കെ ടി വി കാണുന്ന ആള് മീൻ വേൾഡ് സിൻഡ്രം, ആ ടേം അങ്ങനെ പഠിക്കുക, മീൻ വേൾഡ് സിൻഡ്രത്തിന് അതിൽ അകപ്പെട്ടു പോയ മനുഷ്യരാണ്. അവർക്ക് ഈ ലോകം മൊത്തം ഡേഞ്ചർ ആണ് എന്നുള്ളൊരു പിക്ചറാണ് അവരുടെ മനസ്സിലുള്ള ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ചിത്രമാണ് മനുഷ്യരുടെ മനസ്സിലുള്ളതെന്ന് കൾട്ടിവേഷൻ തിയറി പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ആ ഒരു ഫുഡിന്റെ കാര്യത്തിലുള്ള നമ്മുടെ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് പേടിക്കുന്നത് പോലെ ഒരു 4 യുദ്ധ സിനിമ ഒപ്പം കാണുമ്പോഴത്തേക്കും ലോകം മൊത്തം യുദ്ധമാണ് എന്നുള്ള നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടുന്ന ഒരു അവസ്ഥ. ഈ പറയപ്പെട്ട എല്ലാ തിയറികളും ഏറെക്കുറെ കണക്റ്റഡ് ആണ്, സമാനമാണ്. കൾട്ടിവേഷൻ തിയറി എന്ന് കേൾക്കുമ്പോൾ നേരെ നിങ്ങൾ ആ ടി വിയുടെ കാര്യം കണ്ട് ഓർമ്മയിലേക്ക് വരിക, ആ ഉദാഹരണം വെച്ചിട്ട് എഴുതുക. അപ്പൊ ഓരോ തിയറിക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒറ്റ പേജ് എടുക്കുക, എന്നിട്ട് ഓരോ തിയറിയുടെയും ഒരു കീ ടേം കൂട്ടത്തിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് മാത്രം ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ആ ഒരു കീ ടേമുകൾ ഇപ്പൊ ടി വി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ടി വി കാണുമ്പോൾ ടി വിയിലൂടെയുള്ള യുദ്ധം അങ്ങനെ കണ്ട് ബാക്കിയുണ്ട് ഓർമ്മ വന്നോളൂ. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒരു ചെറിയ നോട്ട്, ഈ ഒരു ബ്ലോക്കിനെ കുറിച്ച് ഒറ്റ പേജിൽ ഒതുങ്ങുന്ന ഒരു നോട്ട്, ഓരോ തിയറി അതിന്റെ കീ ടേമും എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവം, ഉദാഹരണമൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മതിയാവും. പക്ഷെ അതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് കുറെ സമയം റിവിഷൻ ലാഭിക്കാൻ പറ്റുന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു തിയറിക്കും സ്വാഭാവികമായിട്ടും ക്രിറ്റിസിസംസ് ഉണ്ട്. എന്താണ്, ഒരു ടി വി കാണുമ്പോഴത്തേക്കും മനുഷ്യർ മൊത്തം അതേപോലെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ആളുകൾ തന്നെ പലതരത്തിലുണ്ട് എന്നുള്ള സ്ഥിര വർത്താനം. ആളുകൾ പലതര കൾച്ചറൽ വ്യത്യാസങ്ങളുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും അങ്ങനെ സ്വാധീനിക്കാനൊന്നും പറ്റൂല. ഈ വിശ്വാസം പുലർത്തുന്ന ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ. ആളുകളെ മൊത്തം, മനുഷ്യരുടെ മൊത്തം ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഈ തിയറി എന്തല്ല, ശരിയല്ല എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ മീഡിയ ആണ് റിയാലിറ്റിയെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലായിടത്തും യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നില്ല. പക്ഷെ എന്തായാലും അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളൊരു വാർത്ത കാണുന്ന സമയത്ത് അതിനെ കൂടുതൽ ക്രിറ്റിക്കലി മനസ്സിലാക്കണം. ഒരു ഹോട്ടൽ പൂട്ടി എന്നുള്ളത് കൊണ്ട് ലോകത്തുള്ള എല്ലാ ഹോട്ടലിലും ഫുഡ് പോയ്സൺ വരുമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. ചിലപ്പോൾ ലോകത്തൊരു വാർത്തയും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ ഹോട്ടലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു കരുതരുത്. എല്ലാ കാര്യത്തെയും നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കുക. അതാണ് കൾട്ടിവേഷൻ തിയറി. ഇതിന്റെ അവസാനത്തെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട് അടുത്ത തിയറി കൂടി പറയാം, അജണ്ട സെറ്റിംഗ് തിയറി. അപ്പൊ ആ പേരിൽ തന്നെ മനസ്സിലായല്ലോ, അജണ്ട എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു കാര്യം മുൻകൂട്ടി നിശ്ചയിക്കുക, ലക്ഷ്യം. ആ ലക്ഷ്യം സെറ്റ് ചെയ്യുന്ന തിയറിയെയാണ് അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഏത് വാർത്തയാണ് പൊതുസമൂഹം അറിയേണ്ടത് എന്നതിനെ മീഡിയ തീരുമാനിക്കുന്ന ആ ഒരു അവസ്ഥയെയാണ് അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുക. അപ്പോൾ ആ തിയറിയെ കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ നിർവചിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, മറിച്ച് കുറച്ച് വാക്കുകളാണ്. ഒരു ടേമാണ് ഗേറ്റ് കീപ്പിംഗ് എന്നുള്ളത്. അതായത് ഒരു പത്രത്തിന്റെ എഡിറ്റർ, ഇപ്പം മനോരമയുടെ എഡിറ്റർ നാളെ ഏത് വാർത്തയാണ് എന്റെ പത്രത്തിൽ വരേണ്ടതെന്ന് ആ പത്രത്തിന്റെ എഡിറ്ററാണ് തീരുമാനിക്കുക. അപ്പോൾ 4 വാർത്ത വന്നു, 3 എണ്ണത്തിനുള്ള സ്പേസേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ഒരു വാർത്ത ഒഴിവാക്കും. അപ്പോൾ അത് ഏത് ഒഴിവാക്കണം, ഏത് സ്വീകരിക്കണം എന്ന് ആ പത്രത്തിന്റെ ആള് തീരുമാനിക്കുന്നത് അവരുടെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഈ പറയപ്പെട്ട വാർത്തകളിൽ ഈ പത്രത്തിന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ആ വാർത്ത എന്തല്ല ഇമ്പോർട്ടന്റ് അല്ല, ചിലപ്പോൾ അതൊരു പക്ഷേ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ ആ പത്രം തീരുമാനിക്കുന്ന ഗേറ്റ് കീപ്പിംഗ്, അതായത് ആരെ ഉള്ളിലേക്ക് കടത്തിവിടണം, ആരെ നാളത്തെ പത്രത്തിലൂടെ കടത്തിവിടണം എന്ന് അവർ തീരുമാനിക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. ഇതൊക്കെ ഉദാഹരണമാണ് കേട്ടോ. പത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഗേറ്റ് കീപ്പിംഗ് ഉള്ളത്, എല്ലാ മീഡിയ കോണ്ടന്റിന്റെ കാര്യത്തിലും ഈ ഒരു ഗേറ്റ് കീപ്പിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ സെലക്ട് ചെയ്യുന്നുണ്ടാകുക. ഇപ്പോ അതായത് ഏത് വാർത്തയാണോ നാളത്തെ പത്രത്തിൽ വരേണ്ടത്, അല്ലെങ്കിൽ ഏത് മീഡിയ കോണ്ടന്റ് ആണോ നാളെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് ആ എഡിറ്റേഴ്സ് തീരുമാനിക്കുക. അജണ്ട അവർ സെറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. നാളെ എന്ത് ലോകം ചർച്ച ചെയ്യണമെന്ന് മീഡിയയാണ് തീരുമാനിക്കുന്നത് എന്നാണ് അജണ്ട സെറ്റിംഗ് തിയറി സിദ്ധാന്തിക്കുന്നത്. അപ്പൊ അതിന് പറയുന്ന ഒരു ടേമാണ് ഗേറ്റ് കീപ്പിംഗ്. ഗേറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഗേറ്റിന് കാവല് നിൽക്കുക, അതായത് പത്രത്തിന് കാവല് നിൽക്കുക. ഈ പത്രത്തിലൂടെ നാളെ ആര് കടന്നു പോകണം, അല്ലെങ്കിൽ ഏത് വാർത്ത നാളെ വരണം എന്നുള്ളത് ആ മീഡിയയുടെ അല്ലെങ്കിൽ ആ പത്രത്തിന്റെ എഡിറ്റർ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാളത്തെ പത്രത്തിന്റെ ലീഡ് വാർത്തയായിട്ട് വരേണ്ടത് ഇന്ത്യയിലെ പെട്രോളിന്റെ വില വർധനവാണ്. അപ്പോൾ ആ വാർത്ത ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് വായനക്കാർക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു തികട്ടി വരലുണ്ടാവും. ഇന്ത്യയിൽ ഇനി പെട്രോൾ വാങ്ങുന്ന കാര്യം കുറച്ച് പ്രശ്നമാണ് നമുക്ക് തോന്നുമല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് ഗേറ്റ് കീപ്പിംഗ്. പത്രത്തിലൂടെ ഏത് വാർത്ത പുറത്തേക്ക് പോകണം എന്നുള്ളത് എഡിറ്റർ ഫിൽട്ടർ ചെയ്യുന്ന ഒരു അവസ്ഥ. ഓക്കെ, പിന്നെ ഒരു സംഗതിയാണ് പ്രൈമിംഗ് എന്നുള്ളത്. പ്രൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാർത്ത മാത്രം നിരന്തരം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഗേറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏത് വാർത്ത ആദ്യം പറയണം എന്നുള്ളതാണ്. പിന്നെ ഏത് വാർത്തക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ
ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാജിവെച്ച് കഴിഞ്ഞാൽ ആ രാജിവെച്ചതിന്റെ വാർത്ത നമ്മൾ എത്ര ദിവസം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വിവാദം, ആ വിവാദത്തിന്റെ വാദപ്രതിവാദം നമ്മൾ എത്ര ദിവസം കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പൊ പ്രൈമിങ്, ഏത് വാർത്തയാണ് പ്രൈമായിട്ട് നിലനിൽക്കേണ്ടത്, അത് മീഡിയയുടെ അബിലിറ്റിയാണ് ലോകം ഏത് വാർത്ത ചർച്ച ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ അവസ്ഥയാണ് നമ്മൾ ഗേറ്റ് കീപ്പിംഗ്, പ്രൈമിംഗ് എന്നൊക്കെ പറയാ. അതായത് എന്ത് പോകണമെന്ന് ഇവർ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ. അജണ്ട സെറ്റിംഗ് തിയറിയും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. മാക്സ്വെൽ മെക്കോംസ് അതുപോലെ തന്നെ ഡൊണാൾഡ് ഷാ 1970-കളിൽ അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് അവർ ഈ തിയറി വികസിപ്പിച്ച് കൊണ്ടുവന്നത്. അതായത് മീഡിയയാണ് തീരുമാനിക്കുന്നത് ആളുകൾ എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത്. അവര് തീർപ്പുകളെ ഒരിക്കലും അവർ പറയുന്നില്ല. അതായത് മീഡിയ ഡസൻ ടെൽ പീപ്പിൾ വാട്ട് ടു തിങ്ക് ബട്ട് വാട്ട് ടു തിങ്ക് അബൌട്ട്. എന്ത് തീരുമാനത്തിലേക്കാണ് എത്തേണ്ടത്, എന്ത് വിഷയത്തെയാണ് നമ്മൾ ഫൈനൽ ചെയ്യേണ്ടത് എന്ന് ഒരിക്കലും മാധ്യമം പറയുന്നില്ല. പക്ഷെ ഏത് വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളത് ആര് തീരുമാനിക്കും? മാധ്യമങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഈ ഒരു സർക്കാർ രാജിവെക്കണമെന്ന് ഒരിക്കലും ഒരു മാധ്യമം പറയില്ല, ഒരു മാധ്യമം തീർത്തു പറയില്ല. പക്ഷെ ലോകത്തിന്റെ ഇന്നത്തെ ചർച്ച ഈ ഒരു സർക്കാർ രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളതാണോ, അതോ ഫലസ്തീനിലെ യുദ്ധമാണോ എന്നുള്ളത് ഈ പത്രമാണ് തീരുമാനിക്കുക. അപ്പൊ ഫലസ്തീനിലെ യുദ്ധം നടക്കുന്നുണ്ട്, കേരളത്തിലെ സർക്കാർ രാജിവെക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളൊരു കോൺവെർസേഷൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ലോകം ഫലസ്തീനിലെ യുദ്ധം നിർത്താനാണോ ആദ്യം ശ്രമിക്കേണ്ടത്, അതോ കേരളത്തിലെ ഭരണം മാറാനാണോ മനുഷ്യർ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് മാധ്യമങ്ങളാണ് തീരുമാനിക്കുക. അതിനെയാണ് അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയാം. ഇതൊരു സോഷ്യോളജിക്കൽ തിയറിയാണ്. സാമൂഹിക ക്രമത്തെ സ്വാധീനിക്കുന്നതിനെയാണ് ഇവിടെ ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. അപ്പോൾ ഏത് വാർത്തക്കാണോ നിരന്തരം അവര് ഇങ്ങനെ കൊടുക്കുന്നത്, ഇപ്പോൾ ഒരു ചെറിയ വിഷയമായിരിക്കും, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായങ്ങളൊക്കെ വാർത്തയാക്കി കൊടുത്താൽ ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യേണ്ട മെയിൻ വാർത്ത ഇതായിട്ട് മാറാറുണ്ട്. അപ്പൊ ചില ദിവസങ്ങളിൽ കാണാം ഫലസ്തീൻ വാർത്തക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാമുഖ്യം, ചില ദിവസങ്ങളിൽ കാണാം നമ്മുടെ നാട്ടും പുറത്തെ ഒരു വാർത്തക്കുള്ള പ്രാമുഖ്യം. അപ്പോൾ ഈ മാധ്യമങ്ങളാണ് ഈ അജണ്ട സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് തിയറിയുടെ ചുരുക്കം. അപ്പോൾ അജണ്ട സെറ്റിംഗ് തിയറിക്കും ക്രിറ്റിസിസംസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ള ക്രിറ്റിസിസം എന്നുള്ളത് മറ്റ് സ്വാധീനങ്ങളെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ മാത്രമല്ല അത് തീരുമാനിക്കുന്നത്, കുടുംബങ്ങൾ, സഹപ്രവർത്തകരാണ്, മറ്റ് ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ ഒരു അജണ്ട അല്ലെങ്കിൽ നമ്മൾ എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളതിൽ ഘടകമാണ്. മാധ്യമ വാർത്ത മാത്രമല്ല ലോകം ചർച്ച ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലൊരു വിഷയം വന്നു, കുടുംബത്തിന്റെ വിഷയം താല്പര്യം ഉണ്ടെങ്കിൽ ആ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ മാറാറുണ്ട്. അതിപ്പോ മാധ്യമത്തിൽ വന്നോ ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിലല്ലല്ലോ. അപ്പൊ ഇതൊരു പൂർണ്ണാർത്ഥത്തിൽ ഇങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ക്രിറ്റിസിസം. പിന്നെ മനുഷ്യരുടെ ഒരു വിഷയത്തെ വ്യാഖ്യാനിക്കാനുള്ള മനുഷ്യന്റെ ശേഷിയെ നിഷേധിക്കുന്നു എന്നുള്ളതും ഒരു ക്രിറ്റിസിസമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ മനുഷ്യരുടെ വ്യത്യാസങ്ങൾ, കൾച്ചറൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പരിഗണിക്കുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പൊ എന്തൊക്കെയായാലും ഇങ്ങനെ ക്രിറ്റിസിസം ഉണ്ടെന്നുണ്ടെങ്കിലും അജണ്ട സെറ്റിംഗ് എന്നുള്ളത് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് പ്രൈമിങ്ങും ഗേറ്റ് കീപ്പിംഗും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് മാത്രമാണ് ലോകത്തുള്ളത് എന്ന് പറയാൻ കഴിയില്ല, ഇതും നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോ